ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. തൃപാദജയം. വീണ്ടും സ്മൈലിന്റെ ക്ലാസ് എടുക്കാനായിട്ട് ക്ഷണം ലഭിച്ചതിൽ വളരെയധികം സന്തോഷം. സ്വാമി തൃപാദങ്ങളോടും സ്മൈലിന്റെ അധ്യക്ഷൻ ശ്രീമദ് ശാരദാനന്ദ സ്വാമികളോടും സ്മൈലിന്റെ ജീവനാഡികളായ ബൻസാൽ സാറിനോടും ധന്യ ടീച്ചറോടും വിവിധ കോർഡിനേറ്റേഴ്സിനോടും ടീം ലീഡേഴ്സിനോടും എല്ലാവരോടും ആദ്യമേ നന്ദി പറയുന്നു. അപ്പോ ഇന്ന് ഒരുപാട് ക്ലാസ്സുകളായില്ലേ നമ്മളിങ്ങനെ. ഇന്ന് എടുക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നതാണ് കേട്ടോ. പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ കേൾക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ്സ് ഒക്കെ ഇല്ലേ? ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോ ഓക്കെ. അപ്പോ വീഡിയോ ഓൺ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഓൺ ചെയ്തിട്ടിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. എനിക്ക് നിങ്ങളുടെ മുഖമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോ പരമാവധി ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ വീഡിയോ ഓൺ ചെയ്യുക, മൈക്ക് മ്യൂട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പൊ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? എന്തിനാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആശയവിനിമയം നടത്തലാണ്. ആശയവിനിമയം നടത്തുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ? എന്റെ മനസ്സിലുള്ള ഒരു ആശയം നിങ്ങളോട് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പകർന്നു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ പ്രക്രിയനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാവണം എന്നുണ്ടെങ്കിൽ അതില് ഒരു 5ഓളം എലമെന്റ്സ് വേണം ഒരു കമ്മ്യൂണിക്കേഷൻ. അതായത് പറയാനായിട്ട്, ആശയം പറയാനായിട്ട് ഒരാൾ വേണം, സ്പീക്കർ വേണം. പിന്നെ സ്പീക്കർ ഇങ്ങനെ വെറുതെ വന്നിങ്ങനെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ ഇരുന്നാൽ പോരാ, പറയാനായിട്ട് ഒരു ആശയം വേണം, അതായത് ഒരു മെസ്സേജ് വേണം. പിന്നെ ആ മെസ്സേജ് ട്രാൻസാക്ട് ചെയ്യാനായിട്ട് ഒരു ചാനൽ വേണം, ഒരു മീഡിയം വേണം. പിന്നെ ഇത് സ്വീകരിക്കാനായിട്ട് ഒരാള് അല്ലെങ്കിൽ നമ്മളെ പോലെ ഒരു കൂട്ടം ആൾക്കാർ വേണം. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ശരിക്കും ആക്ച്വലി റേഡിയോയിലൊക്കെ നടക്കുന്നത് എന്താ? കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? റേഡിയോയിലും എന്താ ആശയങ്ങൾ അങ്ങോട്ട് പകർന്നു തരുന്നുണ്ട്. പക്ഷെ അവിടെ കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാവണം എന്നുണ്ടെങ്കിൽ ഈ കേൾക്കുന്നവര്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവര് തിരിച്ചൊരു ഫീഡ്ബാക്ക് തരണം, ഒരു റെസ്പോൺസ് തരണം. അങ്ങനെ 5 പ്രധാനപ്പെട്ട എലമെന്റ്സ് ആണ് കമ്മ്യൂണിക്കേഷനിലുള്ളത്. അതായത് പറയാനായിട്ട് ഒരാൾ വേണം, പറയേണ്ട ആൾക്ക് പറയാനായിട്ടൊരു മെസ്സേജ് വേണം, ആ മെസ്സേജ് ട്രാൻസാക്ട് ചെയ്യാനായിട്ടൊരു രീതി വേണം, ഒരു മാധ്യമം വേണം, അത് കേൾക്കാനായിട്ട് ഒരാൾ വേണം, അയാള് ഒരു റെസ്പോൺസ് തരണം. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷന്റെ ആരോ സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അല്ലെ? കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഒരു സംശയം, കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ഇത്രയും എലമെന്റ്സ് ഒക്കെ പറഞ്ഞത് കൊണ്ട് അത് മനുഷ്യർക്കിടയിൽ മാത്രമാണോ എന്ന്. അല്ലല്ലോ. മനുഷ്യർക്കിടയിൽ മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, മൃഗങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് അല്ലെ? പക്ഷികൾക്കിടയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു ഉറുമ്പിനെ എടുത്താ, ഏറ്റവും ചെറിയ ജീവിയല്ലേ ഉറുമ്പ്. ഉറുമ്പിനെ നിരീക്ഷിച്ചിട്ടുണ്ടോ? വരി വരിയായിട്ടൊക്കെ ഇങ്ങനെ നല്ല മിടുക്കരായിട്ട് ഇങ്ങനെ ഉറുമ്പ് പോകുമോ? അത് ഇടയ്ക്ക് എതിരെ വരുന്ന ഉറുമ്പിന്റെ അടുത്ത് എന്തോ രഹസ്യം പറയുന്നത് കാണാം. അപ്പൊ രഹസ്യം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉറുമ്പ് ഒന്നുകിൽ വഴി തിരിഞ്ഞു പോകും, അതല്ലെങ്കിൽ ഈ ഉറുമ്പിന്റെ കൂടെ വരും. അപ്പൊ അവരെന്തെങ്കിലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാവാം, അതല്ലെങ്കിൽ കൂടെ വരൂ, ഞാൻ കഴിക്കാൻ പോകുന്ന ഫുഡിന് ഒരു ഇൻവിറ്റേഷൻ കൊടുത്തതും ആവാം. അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കാക്കകളെ കണ്ടിട്ടില്ലേ? അവര് ഇപ്പൊ അടുക്കളപ്പുറത്തൊക്കെ ഭക്ഷണം ഇട്ട് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാക്ക മാത്രം വന്ന് തിന്ന് ബാക്കിയുള്ളത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചോളാന്ന് പറയുമോ? അവിടെ നിന്ന് കരഞ്ഞു കൂവി ബാക്കിയുള്ള ഫ്രണ്ട്സിനെയും കൂടെ എത്തിക്കും. അപ്പോ അതും എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ അവിടെയും ആശയവിനിമയം നടക്കുന്നുണ്ട്. അപ്പോ ഒരു കമ്മ്യൂണിക്കേഷനിൽ വേണ്ട പ്രധാന കഴിവുകൾ എന്ന് പറയുന്നത് കേൾക്കുക, അതായത് ലിസണിങ് വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ സംസാരിക്കല് അല്ലെ, പിന്നെ നിരീക്ഷിക്കല്, പിന്നെ അതോടൊപ്പം തന്നെ പല ഗുണങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട, അതായത് ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു 3 സ്പീച്ചിനെ കുറിച്ചാ പറയുന്നത് കേട്ടോ, പ്രസംഗത്തെ കുറിച്ചാ പറയുന്നത്. അപ്പൊ അതിന്റെ ഓർഡർ ഹിസ്റ്റോറിക്കൽ ഓർഡർ വെച്ചിട്ടാ പറയുന്നത്. നിങ്ങള് ഷേക്സ്പിയറെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ ഒരു നാടകകൃത്താണ് ഷേക്സ്പിയർ, വില്യം ഷേക്സ്പിയർ.
അല്ലെ? ലണ്ടനിൽ ജനിച്ച മഹാനായ ഒരു നാടകകൃത്താണ് വില്യം ഷേക്സ്പിയർ. ഒരു അനന്ത് വീണ്ടും സ്ക്രീൻ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കട്ട് ചെയ്യാവോ? ശ്രദ്ധിക്കൂട്ടോ. ആനന്ദ് സ്ക്രീൻ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു സ്പീച്ചിനെ കുറിച്ചാണ്. 3 പ്രധാനപ്പെട്ട സ്പീച്ച്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് പറയുന്നത്. ആരുടെ സ്പീച്ചാണെന്നറിയോ? വില്യം ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള ജൂലിയസ് സീസർ എന്നുള്ള ഒരു നാടകത്തില് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് മാർക്ക് ആന്റണി. അതിലെ കഥ ഇപ്രകാരമാണ്. ജൂലിയസ് സീസറെ ഒരു കൂട്ടം ഗൂഢാലോചനക്കാര് കൊല്ലുകയാണ്. നിങ്ങൾ ടിവിയില് സീരിയലുകൾക്കിടയിലായാലും സിനിമകൾക്കിടയിലായാലും നോവലിന്റെ ഇടയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും യൂട്യൂബ് ബ്രൂട്ടസ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. നീയും കൂടെ എന്നെ ചതിക്കാൻ കൂടിയല്ലേ എന്നുള്ള അർത്ഥത്തിൽ യൂട്യൂബ് ബ്രൂട്ടസ് എന്നുള്ള ഒരു സെന്റൻസ് കേട്ടിട്ടുണ്ടാവും. അത് ഈ ജൂലിയസ് സീസറിലുള്ളതാണ്. അപ്പൊ ബ്രൂട്ടസ് കാഷ്യസ് ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ഗൂഢാലോചനക്കാരാണ് സീസറിനെ വധിക്കുന്നത്. അപ്പൊ അവരുടെ നാട്ടിലെ ആചാരം അനുസരിച്ച് ഫ്യൂണറൽ ഫംഗ്ഷന്, അതായത് മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യില്ലേ, ആ സമയത്ത് മരണപ്പെട്ട ആളുടെ ഒരു ബന്ധുവോ സുഹൃത്തുവോ ആരെങ്കിലും അയാളെ കുറിച്ച് 2 വാക്ക് പറയുന്ന ഒരു ശീലമുണ്ട്. അപ്പോ ആ സമയത്ത് ബ്രൂട്ടസിനും കേഷ്യസിനും അറിയാം ആരെ വിളിച്ചാലും മാർക്ക് ആന്റണീനെ വിളിക്കരുത്, വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്താ വിളിച്ചു പറയാന്ന് അറിയില്ല. പക്ഷെ മാർക്ക് ആന്റണീനെ തന്നെ വിളിക്കേണ്ടി വന്നു. മാർക്ക് ആന്റണി സീസറുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും പടനായകനും ഒക്കെ ആയിരുന്നു. അപ്പൊ മാർക്ക് ആന്റണി വന്ന് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം സ്പീച്ച് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയാണ്: ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രി മെൻ, ലെൻ മീ യുവർ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് കൂട്ടുകാരെ, റോമക്കാരെ, ഞാൻ നിങ്ങൾ എന്നെ ഒന്ന് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹം പ്രസംഗം നടത്തി. ഈ പ്രസംഗത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിൽ ഒരിടത്തു പോലും ആദ്യ ഭാഗങ്ങളിലും പകുതി വരെ ഒരിടത്തു പോലും ഈ ഗൂഢാലോചനക്കാരെ, സീസറിന്റെ കൊലയാളികളെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവർ നല്ലവരാണെന്ന് പറയുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്ചാതുര്യത്താൽ സീസർ അവിടെ മഹാനായി വാഴ്ത്തപ്പെടുകയും ജനങ്ങൾ സ്വമനസ്സാലെ ഗൂഢാലോചനക്കാർക്കെതിരെ തിരിയുകയും ചെയ്തു. അതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ശക്തി. ഇനി രണ്ടാമത്തെ പ്രസംഗത്തെ കുറിച്ച് പറയുന്നത് മാർട്ടിൻ ലൂതർ കിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഒരു പ്രസംഗമുണ്ട്, ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞിട്ട്. അന്നാട്ടിൽ അപ്പാർത്തൈഡ് അല്ലെങ്കിൽ വർണ്ണവിവേചനം നടന്നിരുന്ന ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലൊക്കെ നമുക്കറിയാം നീഗ്രോക്കാരെ വളരെ മോശമായ രീതിയിൽ അടിമത്ത സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്ന രാജ്യമാണ് അല്ലെ. നീഗ്രോക്കാരെ, കറുത്ത വർഗക്കാരെ വളരെ മോശമായ രീതിയിൽ പ്രതിപാദിക്കുകയും അവരൊക്കെ ഒരു ആനുകൂല്യങ്ങളും, മനുഷ്യൻ എന്നുള്ള ഒരു ആനുകൂല്യം പോലും കൊടുത്തിരുന്നില്ല ആ സമയത്ത്. അപ്പോ ഇതേ സ്പീച്ചില് മാർട്ടിൻ ലൂതർ കിങ് പറയുന്നത് ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. എന്താണ് എന്റെ സ്വപ്നം? എന്റെ മക്കൾ അവരുടെ ജാതിയുടെയോ ഭാഷയുടെയോ നിറത്തിന്റെയോ പേരിലല്ലാതെ അവർ അവരുടെ എബിലിറ്റി, കഴിവുകളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ദിവസം വരുമെന്ന് പറഞ്ഞുകൊണ്ട്. അത് ഇതുവരെയുള്ള ചരിത്രത്തിൽ വെച്ച് വർണ്ണവിവേചനത്തിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർക്ക്, ഒരു മൊത്തം ജനതയെ വരെ പ്രചോദിപ്പിച്ച ഒരു പ്രസംഗമായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മള് മറ്റു നാട്ടുകാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ഇവിടെ പറയേണ്ട ഒരാളുണ്ട്. ഭാരതീയ സംസ്കാരത്തിനെ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിനെ, ആർഷഭാരത സംസ്കാരത്തിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരു സമ്മേളനം നടന്നിരുന്നു ചിക്കാഗോയില്, സർവമത സമ്മേളനം. നമ്മൾ മൂന്നാമതായിട്ട് പറയുന്നത് ആ മഹത് വ്യക്തിയുടെ പ്രസംഗത്തെ കുറിച്ചാണ്. ആരാണ് ലോക സർവമത സമ്മേളനത്തിൽ ചിക്കാഗോയിൽ പ്രസംഗം അവതരിപ്പിച്ച? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ സ്പീച്ച് തുടങ്ങിയത് എങ്ങനെയാണെന്നറിയോ? അദ്ദേഹം എല്ലാവർക്കും ആദ്യം സ്വാമി വിവേകാനന്ദൻ, നമ്മൾക്കറിയാം ലോക സർവമത സമ്മേളനം അമേരിക്കയിൽ നടന്നപ്പോ അവിടെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവരുടെ മതത്തിനെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടേക്ക് കാഷായ വസ്ത്രം അണിഞ്ഞ് സ്വാമി വിവേകാനന്ദൻ കടന്നു ചെന്നപ്പോൾ ഇപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിന്റെ വീഡിയോ കിട്ടും കേട്ടോ. അപ്പൊ അവര് വളരെ അവജ്ഞയോടൊക്കെ കൂടിയിട്ടാണ് സ്വാമിയെ നിരീക്ഷിക്കുന്നത് തന്നെ, ശ്രദ്ധിക്കുന്നത് തന്നെ വളരെ അവജ്ഞയോട് കൂടിയിട്ട്. ഇത് ആരപ്പ ഇത് കാഷായ വസ്ത്രം അണിഞ്ഞ്, അങ്ങനെയുള്ള ഒരു രീതിയിൽ. കാരണം അവരുടേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്ത് അദ്ദേഹം ആ വേദിയിലേക്ക് കയറിയപ്പോൾ
പക്ഷേ അദ്ദേഹം ആ വേദിയിലേക്ക് കയറി പറഞ്ഞ ഓരോ വാക്കുകളിലൂടെ ഇന്ത്യ, ഭാരതം എന്തെന്ന് ആ ലോകം മുഴുവൻ അറിഞ്ഞു എന്നുള്ളത്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്, അദ്ദേഹത്തിന്റെ സ്പീച്ച് അദ്ദേഹം ആരംഭിച്ചത് ഇങ്ങനെയായിരുന്നു: സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് വിളിച്ചുകൊണ്ടാണ്. അതായത് അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്നാണ് അദ്ദേഹം സംബോധന ചെയ്തത്. അദ്ദേഹം അവിടെ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഓരോരുത്തരുടെ പേർക്കും നന്ദി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, പൗരാണിക ആർഷ സന്യാസിമാരുടെ നന്ദി, ലോകത്തിലെ സർവ്വമതങ്ങളുടെയും മാതാവായ ഹിന്ദുമതത്തിന്റെ നന്ദി, പിന്നെ എല്ലാ വിഭാഗങ്ങളിലുമുള്ള കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ നന്ദി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു സെന്റൻസും കൂടെ പറയാണ്: എല്ലാ മതവും സത്യമെന്ന് ഉൾക്കൊള്ളുന്ന ജനതയാണ് ഭാരതത്തിലുള്ളത്. അപ്പൊ ഇത്രയും ഒരു സ്ട്രോങ് ഇൻട്രഡക്ഷൻ വേറെ ആരും ഇതുപോലുള്ള ഒരു വേദിയിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ 3 പ്രസംഗത്തിന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അലോസരപ്പെടുത്തുന്ന, മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്ന ഒരു വാക്കോ ഒരു ആംഗ്യമോ ഈ 3 പ്രസംഗത്തിലും ഉണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പൊ സാധാരണ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളതിലേക്കാണ് നമ്മൾ കടന്നു വന്നത്. അതായത് പോസിറ്റീവ് വികാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പ്രചോദനപരമായ പോസിറ്റീവായിട്ടുള്ള ആശയ വിനിമയം. അപ്പൊ അതിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ടെന്നറിയോ? ബഹുമാനമുണ്ട്, സഹകരണമുണ്ട്, വിശ്വാസ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് പരസ്പര ബഹുമാനം, വളരെ പ്ലീസിങ് ആയിട്ട്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, പരസ്പരം സഹകരിച്ചുകൊണ്ട്, വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട്. നമുക്ക് അടിമാലിയിൽ വെച്ചൊരു ക്യാമ്പ് നടന്നിരുന്നു ഇല്ലേ? ക്യാമ്പ് നടന്നപ്പോൾ നമ്മൾ എല്ലാവരും അവിടെ ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്: ഗുരുധർമ്മ പ്രചാരണത്തിനായി നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രതിജ്ഞ നമ്മൾ അവിടെ എടുത്തിട്ടുണ്ട്. ഇന്ന് കൂടെയുള്ള എല്ലാവരും മനസ്സാൽ അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങിയവരാണ്. അപ്പോ ഇങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ വേണം പ്രവർത്തിക്കാൻ? പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ധർമ്മ പ്രചാരണത്തിന് ഇറങ്ങാൻ. നമ്മുടെ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഉപദേശങ്ങളിലും ഇത് ഇപ്രകാരം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇതിന് അനുഭവിക്കുമെന്നൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും പോസിറ്റീവ് സൈഡുകളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, അല്ലെ? അപ്പൊ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ധർമ്മ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം നടത്തേണ്ടത് എന്ന് നോക്കാം. അതിന് നമുക്കൊരു 7ഓളം ഫാക്ടറുകളുണ്ട്, 7ഓളം ഘടകങ്ങൾ എങ്ങനെയാണ് ഒരു ആശയം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നതിന് ഉണ്ട്. അതിൽ ഒന്നാമത്തത് വ്യക്തതയാണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത്, ഒരു കാര്യം നമുക്ക് മറ്റൊരാളോട് പറയണമെന്നുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് പറയണം. വ്യക്തമായിട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലാ 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 എന്നൊന്നുമല്ല, അക്ഷരസ്ഫുടതയോടുകൂടെ പറയണം. അക്ഷരസ്ഫുടതയോടുകൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാനുള്ള ആശയങ്ങളെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും സംസാരിക്കാൻ അറിയാവുന്നതാണ് അല്ലെ? ദൈവം സഹായിച്ച് മലയാള നാട്ടിൽ ജനിച്ചിട്ട് മലയാളം അക്ഷരങ്ങളും അറിയാം, അക്ഷരങ്ങൾ ഉപയോഗിച്ച് എല്ലാവർക്കും സംസാരിക്കാൻ അറിയാം. പക്ഷെ നമുക്ക് വരുന്ന ചെറിയ മിസ്റ്റേക്ക്, ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ വരുന്ന ചെറിയൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ? നമുക്ക് ഈ സ്ലാങ് കയറി വരും. സ്ലാങ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലാങ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും വീഡിയോ ഓഫ് ചെയ്തിട്ടേക്കാലെ, എന്നെ എല്ലാവരും പറ്റിച്ചു. സ്ലാങ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാ നമ്മൾ സ്ലാങ് എന്ന് പറയണേ? സുഷമ എന്ന് പറഞ്ഞേ, സുഷമ ചേച്ചി ഒന്ന് പറഞ്ഞേ. സുഷമ എന്ന് പറഞ്ഞപ്പോഴാ എന്ന് പറഞ്ഞേ. സുഷമ ചേച്ചി, സ്ലാങ് എന്ന് പറഞ്ഞ അതാത് നാട്ടിലെ ഭാഷ. അതാത് നാട്ടിലെ ഭാഷ. ആ, എന്തൊരു, എന്തുട്ടാ, എന്തുവാ, അങ്ങനെയൊക്കെ ആയിട്ട് ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയും. ലോക്കൽ ലാംഗ്വേജ്, ലോക്കൽ ലാംഗ്വേജിനെയൊക്കെ നമുക്ക് സ്ലാങ് എന്ന് പറയും. അപ്പൊ ഒരിക്കലും നമ്മൾ ആശയവിനിമയം നടത്താനായിട്ട്, അതായത് ഇപ്പോ ഒരു പ്രസംഗത്തിന് പോവേ, അതല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കാൻ പോവേ, അതല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് അങ്ങോട്ട് ട്രാൻസാക്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ യാതൊരു കാരണവശാലും ഈ സ്ലാങ് ഒക്കെ വരാതെ നോക്കണം. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുരുവാ, എന്തുവാ, എന്തുട്ടാ, തൃശ്ശൂക്കാർ പറയുന്നത് എന്തുട്ടാ, പിന്നെ എന്തരാ, അല്ലെ? എന്തുവാ ഇത്?
അപ്പൊ അങ്ങനത്തെ സ്ലാങ്ങുകളൊന്നും ഇല്ലാതെ വളരെ വ്യക്തതയുള്ള ആശയങ്ങൾ, വ്യക്തതയുള്ള സെന്റൻസുകൾ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അല്ലെ? പിന്നെ അത് എങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? മിനിമം വാക്കുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മിനിമം വാക്കുകളിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, വളരെ വ്യക്തതയുണ്ടാവണം. ഇനി മിനിമം വാക്കുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ ഉണ്ടല്ലോ അക്ഷരസ്ഫുടത ഉണ്ടാവണം. അച്ചടി ഭാഷയിലൊക്കെ സംസാരിക്കുന്നവരുണ്ട്. ഈ അച്ചടി ഭാഷയിൽ സംസാരിക്കുമ്പോഴത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ചിലപ്പം അത് വളരെ മെക്കാനിക്കൽ ആയിട്ട് പോകും. അങ്ങനെ പോകരുത്. അതായത് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവര് നമ്മളുടെ ഫ്രണ്ട് ആണെന്ന് നമുക്കും തോന്നണം, നമ്മളുടെ സംസാരത്തിലൂടെ അവർക്കും തോന്നണം. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് പറയുമ്പോൾ അതൊന്നും കൂടെ വിശദമാക്കി പറയാവേ. അപ്പൊ ഇങ്ങനെ ഒരു അച്ചടി ഭാഷ ഉപയോഗിക്കാം, പക്ഷെ അത് വളരെ ഇന്റിമേറ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ അതിനെ എങ്ങനെ സംസാരിക്കരുത്, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കരുത്. വളരെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റണം. അതോടൊപ്പം തന്നെ സ്ലാങ്ങുകളൊന്നുമില്ലാതെ അക്ഷരസ്ഫുടതയോടുകൂടെ വ്യക്തതയോടുകൂടെ വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ സംക്ഷിപ്തമായിട്ട് എങ്ങനെ സംസാരിക്കണം? വളരെ സംക്ഷിപ്തമായിട്ട് നമ്മളുടെ പ്രധാനപ്പെട്ട ആശയം ഏതാണെന്ന് പറഞ്ഞിട്ട് ആ ആശയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, സംക്ഷിപ്തമായി ആശയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, വളരെ ദീർഘിപ്പിച്ചു കൊണ്ടുപോകാതെ നേരായ വഴിക്ക് സംസാരിക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു വ്യക്തമായിട്ട് സംസാരിക്കുക. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു ഒരു സംക്ഷിപ്തമായിട്ട്, ദീർഘിപ്പിക്കാതെ നേരായ വഴിക്ക് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് വ്യതിചലിക്കാതെ. ഇപ്പൊ നമ്മളോട് സംസാരിക്കാനായിട്ട് പറഞ്ഞ പശുവിനെ കുറിച്ച് സംസാരിക്കാൻ പറയണേ. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാം, എന്റെ വീട്ടിലൊരു പശു ഉണ്ട്, ഞാൻ കുഞ്ഞു കുട്ടിയാന്ന് വിചാരിക്കും തൽക്കാലത്തേക്ക്. അപ്പൊ എന്റെ വീട്ടിലൊരു പശു ഉണ്ട്, നല്ല കറുപ്പും വെളുപ്പും നിറമുണ്ട്. പശുവിനെ ഞാൻ കൊണ്ട് ഒരു തെങ്ങുമ്മളാണ് കെട്ടാറ്. അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞു തെങ്ങ് കേരളത്തിന്റെ ദേശീയ സംസ്ഥാന വൃക്ഷമാണ്, തെങ്ങിൽ ധാരാളം തേങ്ങയുണ്ടാകുന്നു, തെങ്ങിൽ കാക്ക വന്നിരിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാക്കേനെ കുറിച്ച് പറഞ്ഞു. കാക്കേ കാക്കേ കൂടെ ഇവിടെ എന്ന പദ്യം. അത് ശരിയാണല്ലോ. കാക്കേ കാക്കേ കൂടെ ഇവിടെ ആ പാട്ട് എഴുതിയത് ആരാ? കാക്കേ കാക്കേ കൂടെ ഇവിടെ എഴുതിയത് ആരാ? ഉള്ളൂര്. ഉള്ളൂരാണ് എഴുതിയത് അല്ലെ? പലരും കുഞ്ഞുണ്ണി മാഷ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ വരുന്നുണ്ട്, പക്ഷെ അല്ല, ഉള്ളൂരാണ് എഴുതിയത്. അപ്പൊ കാക്കേ കാക്കേ കൂടെ ഇവിടെ, കാക്കേനെ കണ്ട് ഞാൻ കാക്കേ കാക്കേ കൂടെ ഇവിടെ പാട്ടും പാടി. അതിനുശേഷം ആരാ കാക്കേ കാക്കേ കൂടെ ഇവിടെ പാട്ട് പാടാൻ അറിയുന്നവര്? അറിയാം, പക്ഷെ ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞങ്ങളുടെ ലെവലിൽ നിന്ന് ഞങ്ങൾ താഴോട്ട് പോയില്ല അല്ലെ? അതല്ലേ? സുഷമ ചേച്ചിക്ക് പാടിയാ കൊള്ളാന്നുണ്ട്. എല്ലാവരും ഒന്നും കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞു കിടന്ന് കരയൂലേ, കുഞ്ഞിന് തീറ്റ കൊടുക്കേണ്ടേ, അയ്യോ കാക്കയെ പറ്റിച്ചു. വളരെ മനോഹരായിട്ട് എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്യണേ. മതി. മനസ്സിൽ ഇത്തിരിയെങ്കിലും കുട്ടിത്തം ഉണ്ടെങ്കിലേ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് വരുള്ളൂ. ആ ഒരു ഇന്നസെൻസ് നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ താങ്ക് യു. പാടിയ ചേട്ടൻ ശ്രീകാന്ത്. ഓക്കെ, ശ്രീകാന്ത് ഏട്ടാ താങ്ക് യു. അപ്പൊ കാക്കേനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് കാക്കയാക്കെ കൂടെ ഇവിടെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത് ഉള്ളൂരാണ് എഴുതിയത്, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോയി. അപ്പൊ ആക്ച്വലി എന്തിനെ കുറിച്ച് സംസാരിക്കാനാ വന്നത്? പശുവിനെ കുറിച്ച് സംസാരിക്കാനാ വന്നത്. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. അപ്പൊ അതാണ് സംക്ഷിപ്തം എന്നതുകൊണ്ടും കൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വളരെ ദൃഢതയോടുകൂടി ആയിരിക്കണം. നമ്മൾ എന്ത് കാര്യവും മറ്റുള്ളവരോട് പറയാനായിട്ട് വരുമ്പോൾ അത് വളരെ നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളെ മറ്റുള്ളവരോടും പറയാൻ പാടുള്ളൂ. നമുക്ക് ആ കാര്യത്തിൽ 100% ഉറപ്പ് വേണം. ഇപ്പൊ മിൻചേച്ചിയുടെ അടുത്ത് മിൻചേച്ചി പറയാണ് സൂര്യൻ കിഴക്കാണ് ഉദിക്കുക, സൂര്യൻ കിഴക്കാണ് ഉദിക്കുക. മിൻചേച്ചി വീഡിയോ ഓൺ ചെയ്യട്ടോ, എന്നാലും അവര് പറയണത് കേൾക്കുള്ളൂ. അതുകൊണ്ടാ. മിനി മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് വീഡിയോ ഓൺ ചെയ്യുമെന്ന് തോന്നുന്നു. സാരമില്ല, അടുത്ത ആളെ വിളിക്കാം. അപ്പോ ഇങ്ങനെയാ പറയുന്നത്, സൂര്യൻ കിഴക്കാണ് ഉദിക്കുക. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് വീണ്ടും, സൂര്യൻ കിഴക്കാണോ ഉദിക്കുക? അപ്പൊ ചേച്ചി
അയ്യോ അത് പിന്നെ ഇന്നലെ വരെ അങ്ങനെയായിരുന്നു. ഇന്ന് ഞാൻ എഴുന്നേക്കാൻ നേരം വൈകിയതുകൊണ്ട് ഞാൻ കണ്ടില്ല. അല്ലെങ്കിൽ ഞാൻ പുസ്തകത്തിലൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി കിഴക്ക് തന്നെയല്ലേ ഉദിക്കുന്നത്, കിഴക്ക് ഈ സൈഡ് തന്നെയല്ലേ. അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. അതൊരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ല. അപ്പൊ എന്ത് കാര്യവും പറയുമ്പോൾ അതില് നമുക്കൊരു ദൃഢത അല്ലെങ്കിൽ നമുക്കൊരു ഉറപ്പുണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് ഉറപ്പോടെ വേണം പ്രസന്റ് ചെയ്യാനായിട്ട്. അമീൻ ചേച്ചി വീഡിയോ ഓൺ ചെയ്തു. അപ്പോ ദൃഢത, അതുപോലെ യുക്തീകരണത്തോടു കൂടെ പറയണം, യുക്തീകരിച്ച് പറയണം. അതായത് എന്ത് കാര്യവും സംശയത്തോടു കൂടെ നമ്മൾ പറയരുത്. അപ്പൊ അങ്ങനെയാവുമ്പോൾ അതൊരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവില്ല. നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്, അല്ലെ? നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഒരു 3-4 പോയിന്റ് വെറുതെ ഒന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ അത് ഒരുമിച്ച് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ഒന്ന്, വളരെ വ്യക്തത വേണം. ഒന്നാമത്തത് വളരെ വ്യക്തത വേണം. രണ്ടാമത്തത് സംക്ഷിപ്തമായിരിക്കണം. അതുപോലെ വ്യതിചലിക്കാതെ ദീർഘിപ്പിക്കാതെ പറയണം. മൂന്നാമത്തത് വളരെ ദൃഢതയോടെ പറയണം. നാലാമത്തത് വളരെ യുക്തീകരിച്ചു പറയണം, അതായത് ന്യായീകരിച്ചു പറയണം. അവരെന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറയാനായിട്ട് നമുക്ക് കഴിവുണ്ടാവണം. അതിന് ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് വേണം നമ്മൾ പറയാൻ. ഇനി അടുത്തത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വരുന്നത് അതിന്റെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൂടിയാണ്. അതായത് വായ കൊണ്ടുള്ള അഭ്യാസം മാത്രമല്ല ഒരു കമ്മ്യൂണിക്കേഷനിൽ, പ്രത്യേകിച്ച് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷനിൽ വേണ്ടത്. മറിച്ച് നമ്മൾ ജസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യണം, അതായത് ആംഗ്യങ്ങൾ യൂസ് ചെയ്യണം. അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് വേണം. ഇപ്പൊ ക്ലാസ് നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു സിനിമ കാണാനിരിക്കാന്ന് വിചാരിക്കാം. ഇഷ്ടമുള്ള ഒരു ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ വേണ്ടി ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ആശിച്ചു മോഹിച്ച് അതിന്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ ഓടിച്ചൊന്നൊരു സിനിമ കാണാൻ ഇരിക്കില്ലേ? ഇൻട്രസ്റ്റോട് കൂടി ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കുക? കുറച്ചൊക്കെ ഒന്ന് ഓരോ എന്താ പറയാ വലിയ ഡയലോഗുകളോ അല്ലെങ്കിൽ സ്റ്റണ്ട് സീനോ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭാഗം വരുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് മുമ്പോട്ടാഞ്ഞിരിക്കും, അല്ലേ? കുറച്ചൊന്ന് ബോഡി ഒന്ന് മുമ്പോട്ടാഞ്ഞിരിക്കും. ഇനി പറയുന്ന ആള്, മറ്റേ ആള് കേൾക്കുന്ന ആൾക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് പറയും, തുറന്ന കൈയായിരിക്കും. പിന്നെ അതേപോലെ ഐ കോണ്ടാക്ട്, ആരൊക്കെയാണോ കേൾക്കാനിരിക്കുന്ന അവരുടെ എല്ലാവരുടെയും കണ്ണിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും നോട്ടമെത്തും. അതായത് അവർക്ക് തോന്നണം അവർക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത് എന്ന്. ഇപ്പൊ ഞാൻ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ആണെന്ന് വിചാരിക്കുക. എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത്? അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരാളെ മാത്രം കണ്ണും തുറപ്പിച്ച്, ഇപ്പൊ ശ്രീകാന്തേട്ടൻ എന്തായാലും വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്, ഞാൻ ശ്രീകാന്തേട്ടന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി തുറപ്പിച്ചിരുന്നിട്ട് അങ്ങനെയാണോ ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞ? അല്ല. ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട്, അതായത് നമ്മൾ നുണയൊന്നും അല്ലല്ലോ പറയുന്നേ. നുണയാണോ പറയുന്നേ? ഇപ്പൊ ധർമ്മപ്രചാരണത്തിനായിട്ട് നമ്മൾ പോകുന്നു, നമ്മൾ ഓരോ ധർമ്മത്തെ കുറിച്ച് വിശദീകരിച്ചു പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ നുണയാണോ പറയുന്നേ? സത്യമെന്ന് നമുക്ക് ബോധ്യമുള്ള, നമുക്ക് ഉറപ്പുള്ള, നമ്മൾക്ക് എന്താ പറയാ ആര് ചോദിച്ചാലും അതിനെക്കുറിച്ച് വിശദീകരിച്ച് ന്യായീകരിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം? ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. ഒരു നിറപുഞ്ചിരിയോടുകൂടെ വേണം പറയാനായിട്ട്. ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ. ഇപ്പം നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് ഇപ്പൊ സെൽഫി എടുക്കാത്തവർ ആരും ഇല്ല, അല്ലെ? എല്ലാവരും സെൽഫി എടുക്കുന്നതല്ലേ, പലതരത്തിലൊക്കെ പോസ് ചെയ്ത് സെൽഫി എടുക്കുന്നതാ. സെൽഫി എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ആരെങ്കിലും ജനഗണമനക്ക് നിൽക്കുന്ന പോലെ അറ്റൻഷൻ, ജനഗണമന തുടങ്ങിക്കോ, അങ്ങനെ ആരെങ്കിലും സെൽഫി എടുക്കാൻ നിൽക്കോ? പല പല ആക്ഷനുകൾ കാണിച്ചിട്ടാ നിൽക്കുക, അല്ലെ? അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുക സെൽഫി എടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും എത്ര സന്തോഷമുള്ള ഒരു കാര്യമാണ്, അല്ലെ? സെൽഫി എടുക്കുക എന്നുള്ളത് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാ മനസ്സിലാവണേ? സെൽഫി എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മതി. ചിലവരാന്ന് വെച്ചാൽ എങ്ങുമില്ലാത്തോ ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിൽക്കുന്നവരുണ്ടാവും. ചിലവര് വളരെ കാൻഡിഡ് ആയിട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അഭിനയിച്ച് തകർക്കുന്നവരുണ്ടാവും. പിന്നെ ചിലവര് എന്നെ കുറച്ചും കൂടി ഒന്ന് നിർബന്ധിച്ചാലേ ഞാൻ സെൽഫിയിലൊക്കെ വന്ന് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ടാവും. ചിലവര് എന്താ എത്ര നേരമായിട്ട് ഫോട്ടോ എടുക്കാത്തെന്ന് ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു എന്നും പറഞ്ഞ് അത്ര സന്തോഷത്തിൽ ചെന്ന് നിൽക്കുന്നവരും ഉണ്ടാവാം. അപ്പൊ അതൊക്കെ എന്താണ്? അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ എന്താണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അവരുടെ
ഫേഷ്യൽ എക്സ്പ്രഷനും കാര്യങ്ങളും എല്ലാം എന്താണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് ലാംഗ്വേജ് ആണ് കേട്ടോ. പോസിറ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും പോസിറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞ 3 സ്പീച്ചിലും എന്ത് നടന്നിട്ടില്ല? ഒരാളെ പോലും വിഷമിപ്പിച്ചിട്ടില്ല, ഒരാളെ പോലും നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ് പറഞ്ഞിട്ടില്ല. ആനന്ദ് വീണ്ടും തുടങ്ങി. അപ്പൊ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഒരു വേർഡ് പോലും പറഞ്ഞിട്ടില്ല, ആരെയും ഹരാസ് ചെയ്തിട്ടില്ല, പിന്നെന്താ, ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരൊറ്റ വേർഡ് ഈ നമ്മൾ ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട 3 പ്രസംഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അതിലൊന്നും ഇങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് ഇപ്പോഴും എല്ലാവരും വാഴ്ത്തിപ്പാടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് എന്തായി മാറിയത്? പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറിയത്, അല്ലെ? അപ്പൊ മറ്റുള്ളവരെ അഭിനന്ദിച്ചുകൊണ്ട്, അഭിനന്ദനാർഹമായിട്ടുള്ള മറ്റുള്ളവരെ അഭിനന്ദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരെ വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ ഒക്കെയുള്ള ലാംഗ്വേജ് ആണ് പോസിറ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്യണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മള് ഈ റിയാലിറ്റി ഷോകളൊക്കെ കാണാറില്ലേ? ഐഡിയ സ്റ്റാർ സിംഗർ, പിന്നെ ടോപ്പ് സിംഗർ ഒക്കെ കാണാറുണ്ട് അല്ലെ? അതില് ജഡ്ജസ് പെർഫോമൻസ് കഴിഞ്ഞു കഴിയുമ്പോൾ, ബിഗ് ബോസ് കാണുന്നവരുടെ കാര്യം ഞാൻ ചോദിച്ചില്ല, ആരും മെസ്സേജ് ചെയ്യണ്ട. അപ്പോ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ കുട്ടികളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും, പറയാറുണ്ടല്ലോ അഭിപ്രായം. ജഡ്ജസ് അഭിപ്രായം പറയും. ആദ്യം തന്നെ എന്താ പറയാ? ഓ, ഇത്രയും വൃത്തികെട്ട പാട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല, അങ്ങനെ പറയോ? ആദ്യം തന്നെ എന്താ പറയാ? കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ അവരുടെ? ആഹാ, ടോപ്പ് സിംഗർ ഒന്നും ആരും കണ്ടിട്ടില്ലേ? റിയാലിറ്റി ഷോ ഒന്നും ആരും കാണാറില്ലേ? കൊള്ളാം, നന്നായിരുന്നു. വളരെ നന്നായിരുന്നു പറയും. നന്നായിരുന്നൊക്കെ പറയും ആദ്യം. ആ പാട്ട് തെരഞ്ഞെടുത്തതിന് അഭിനന്ദിക്കും, വളരെ നന്നായി പാടിയെന്ന് പറയും, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയും, അതെന്തു പറ്റി മോനെ, നീ ആ ചരണം പാടിയപ്പോ അവിടെ ചെറുതായിട്ട് നിന്റെ ശബ്ദം ഒന്ന് ഇടറിയല്ലോ, അങ്ങനെ പറയും. അത് സജഷൻ ആയിട്ടാ പറയാ. അല്ലാതെ തുടക്കം തന്നെ കൊള്ളാമായിരുന്നു അങ്ങനെയൊന്നും ഞാൻ പറയാതെ ആദ്യമേ തന്നെ ആ ചരണം പാടിയപ്പോ അവിടെ തെറ്റിയിട്ടുണ്ട്, ശ്രുതിയുടെ ഒപ്പം ചേർന്ന് പാടിയില്ല, അങ്ങനെയുള്ള കുറ്റങ്ങളൊന്നും ആദ്യം പറയില്ല. ആദ്യം നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും, അയ്യോ മോനെ, ആ ചരണം പാടിയപ്പോ അവിടെ ചെറിയൊരു പ്രശ്നം വന്നു, അത് മോൻ അടുത്ത തവണ ശ്രദ്ധിക്കുമല്ലോ എന്ന് പറയും. ഇല്ലേ? അതാണ് പോസിറ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഒരു കാരണവശാലും നമ്മൾ ആശയങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവരെ നെഗറ്റീവായിട്ട് യാതൊരു കാരണവശാലും പറയരുത്. മറിച്ച് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വാക്കുകൾ വെരി ഗുഡ്, അല്ലെങ്കിൽ നന്നായിരിക്കുന്നു, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് വേണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ, നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പറയാം. ഈ നെഗറ്റീവായിട്ട്, അതായത് എങ്ങനെ നോ പറയണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനൊരു ഇതിന്റെ അവസാനം പറഞ്ഞു തരാവേ. പിന്നെ അതേപോലെ തന്നെ ഓപ്പൺ മൈൻഡ്നെസ് ആണ് അടുത്തത് വേണ്ടത്. വളരെ ഓപ്പൺ മൈൻഡ്നെസ്. ഇപ്പം നമ്മളെല്ലാവരും അല്ലെ, നമ്മളെല്ലാവരും, അപ്പൊ ഞാനും നീയും അങ്ങനെയല്ല പറയുന്നത്, നമ്മളെന്നാ പറയുന്നത്. നമ്മളെല്ലാവരും സ്മൈലിലുള്ളവരാണ് അല്ലെ? നമ്മളെല്ലാവരും സ്മൈൽ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങളിൽ ഉറച്ചു വിശ്വസിച്ച് ഭഗവാന്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായി എന്താ പറയാ, നല്ല രീതിയിൽ നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകുന്നവരാണ് നമ്മൾ എല്ലാവരും. പക്ഷെ നമ്മളെല്ലാവരും ഒരു വീട്ടിലെ അംഗങ്ങളാണോ? അല്ലല്ലോ. നമ്മളെല്ലാവരും പല ഡിസ്ട്രിക്റ്റിലുള്ളവരാണ്, പല വീടുകളിൽ നിന്ന് വരുന്നവരാണ്, ഒരേ അച്ഛനമ്മമാര് വളർത്തിയവരല്ല, ഒരേ ബാക്ക്ഗ്രൗണ്ട്, എക്കണോമിക്കൽ ആയാലും സോഷ്യൽ ആയാലും ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ല. നമുക്ക് എല്ലാവർക്കും ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് ആണ് ഉള്ളത് അല്ലെ? ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് പല അഭിപ്രായങ്ങളും നമുക്കുണ്ടാകാം. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയാൻ വന്ന അങ്ങനെ തന്നെയാണ്, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വാദിച്ച് ജയിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ വാദിച്ച് ജയിക്കുകയാണെങ്കിൽ എന്താണ്? അതൊരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ല. പകരം ഞാൻ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ അഭിപ്രായങ്ങള് അതിന് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സും കൂടെ കാണിക്കണം. എന്ത് കാര്യത്തിനും നമുക്ക് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഉണ്ടാവാം. ഇപ്പൊ ഒരു സിനിമ കാണുക വിചാരിക്കും. ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള, ഏറ്റവും അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട സിനിമയെ പറയാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട്
ഇപ്പൊ പ്രേമലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂജൻ സിനിമ ഇറങ്ങിയായിരുന്നു അല്ലേ? പ്രേമലു എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇറങ്ങി. അതിപ്പോ വീട്ടിൽ നിന്ന് എല്ലാവരും ഒരു കുടുംബത്തിലുള്ള എല്ലാവരും പ്രേമലു കാണാത്തവരുണ്ടോ? കണ്ടവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. അയ്യോ, ആരും കണ്ടിട്ടില്ലേ? എന്നാ പിന്നെ പഴയ വല്ല സിനിമ പറഞ്ഞാലോ? ആ, കണ്ടവരുണ്ട്. ഞാൻ ആരോടും പറയില്ല. പറഞ്ഞോ കണ്ടെങ്കിൽ. ആ, പോരട്ടെ. രണ്ടുപേര് മാത്രം കണ്ടോളൂ എന്നാ ഞാൻ വിശ്വസിക്കില്ല. എന്നിട്ട് പിന്നെ ആരാണ് ഈ സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയി ഇത്ര ദിവസം ഓടി ഇത്രയും ജനങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞത്? വെറുതെ നുണ പറഞ്ഞതാണോ അവര്? ഓക്കെ, പ്രേമലു എന്നുള്ള ഒരു സിനിമയെ കുറിച്ച് എടുക്കാം. നമുക്ക് ആ സിനിമയെ കുറിച്ചിട്ടൊന്ന് നോക്കും. അതിലും കോമഡി ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു അഡോളസെന്റ് ആയിട്ടുള്ള ടീനേജിലുള്ള ഒരു കുട്ടിയും അച്ഛനും അമ്മയും. ടീനേജിലുള്ള കുട്ടിയുടെ അച്ഛനും അമ്മ എന്ന് പറഞ്ഞാൽ യുവാക്കളായിരിക്കുമല്ലോ, അങ്ങനെ വേണമല്ലോ, അതാണല്ലോ നാട്ടു നടപ്പ്. അപ്പോ അങ്ങനെ സിനിമ കാണാൻ പോയി. അപ്പൊ അതില് കോമഡി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വന്നു. ഈ ടീനേജ് കുട്ടിക്ക്, കാരണം അതൊരു ന്യൂ ജനറേഷൻ ഫിലിം ആയതുകൊണ്ട് ആ കുട്ടി ആ സിനിമ കണ്ട് വളരെ ആഹ്ലാദപൂർവ്വം ചിരിച്ചു. ആ കുട്ടിയുടെ അമ്മ ചിരിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടി ഇത്ര നിർബന്ധം പിടിച്ചു. പിന്നെ സിനിമ കോമഡി ഒക്കെ ഉണ്ട് എന്ന് കണ്ടിട്ട് വന്നതാ. പക്ഷെ ആ കോമഡി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അമ്മ ചിരിക്കാനുള്ള കാരണം, ഇനി ചിരിച്ചില്ലെങ്കിൽ അമ്മ നിർബന്ധിച്ചാണ് അച്ഛനെയും കൂടെ കൊണ്ടുവന്നത്. ചിരിച്ചില്ലെങ്കിൽ അച്ഛൻ ചോദിക്കും, ഇതാണോ സിനിമ? നിനക്ക് പോലും ചിരി വരുന്നില്ലല്ലോ എന്ന്. അങ്ങനത്തെ വ്യൂ പോയിന്റിലായിരിക്കും അമ്മ ചിരിക്കാൻ. അച്ഛൻ ചിരിക്കുന്നത്, ദൈവമേ, കഷ്ടപ്പെട്ട് 3 പേർക്ക് ടിക്കറ്റ് എടുത്ത് ഇത്ര രൂപയും പോയി, ഇനിയിപ്പൊ ചിരിക്കാതിരുന്നിട്ട് മറ്റുള്ളവർക്കൊന്നും തോന്നണ്ട എന്നുള്ള വിചാരത്തിലായിരിക്കാം അച്ഛൻ ചിരിക്കുന്നത്. 3 വ്യൂ പോയിന്റ്സ് ആണ് അവിടെ ഒരു സിനിമയിലെ ഒരു കോമഡിനെ കുറിച്ച് ഉണ്ടായിരിക്കുന്നത്. കുട്ടിക്ക് അത് കോമഡി ആയി തോന്നിയത് കൊണ്ട് ചിരിച്ചു. അമ്മ കുട്ടി ചിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഇനി അച്ഛൻ അത് നീ എന്താ ചിരിക്കാത്തേന്ന് ചോദിച്ചാലോ എന്നുള്ള പേടി കൊണ്ട് ചിരിച്ചു. അച്ഛൻ കാശെന്തായാലും പോയി, എന്നാ പിന്നെ ചിരിച്ചേക്കാം എന്നുള്ള ഒരു വ്യൂ പോയിന്റ് കൊണ്ട് ചിരിച്ചു. അപ്പൊ ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് ആണ്. ഇതൊരു ചെറിയ കാര്യമായിട്ട് പറഞ്ഞതാ. എല്ലാ കാര്യത്തിനും ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് ആണ് ഉള്ളത്. അപ്പൊ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കാനും ഉള്ള ഒരു ഓപ്പൺ മൈൻഡ്നെസ് എല്ലാവർക്കും വേണം. പോസിറ്റീവ് കമ്മ്യൂണിക്കേഷനിൽ വേണം. ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാ കാര്യവും ആരും അംഗീകരിച്ചു തരില്ല. എന്നെ കേൾക്കുന്നവര് അംഗീകരിച്ചു തരില്ല. പകരം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് അത് ഓക്കെ, അവരുടെ സാഹചര്യം അതാണ്, അല്ലെങ്കിൽ അവർ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ്, അതുകൊണ്ട് തന്നെ എന്താണ്, ഞാൻ അതിനെ അംഗീകരിച്ചു. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓപ്പൺ മൈൻഡ്നെസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷനിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? റെസ്പെക്ട് വേണം അല്ലെ, ബഹുമാനം വേണം, സഹകരണം വേണം, വിശ്വാസ്യത വേണം. ഇനി നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്ന ആശയങ്ങളുടെ പ്രത്യേകത എന്തായിരിക്കണം? വളരെ വ്യക്തമായതാവണം, സംക്ഷിപ്ത രൂപത്തിലുള്ളതാവണം, പിന്നെ നേരായ രീതിയിലുള്ളതാവണം, ദൃഢതയുണ്ടാവണം, അതിനൊക്കെ യുക്തീകരണം ഉണ്ടാകണം, പോസിറ്റീവ് ലാംഗ്വേജ് വേണം നമ്മൾ അതിന് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ, ബോഡി ലാംഗ്വേജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യണം. പിന്നെ ഓപ്പൺ മൈൻഡ്നെസ്, മറ്റുള്ളവർ പറയുന്നത് അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടാവണം. നമുക്കൊക്കെ അങ്ങനത്തെ മനസ്സുണ്ടല്ലോ അല്ലെ? നല്ല മനസ്സുള്ളവരാ നമ്മള് അല്ലെ? എന്താ ആർക്കെങ്കിലും സംശയം ഉണ്ടോ നമുക്ക് മനസ്സ് അത്ര ഇല്ല എന്നുള്ളതൊക്കെ? ഉണ്ടോ? ശശികല ടീച്ചർ, നല്ല മനസ്സല്ലേ നമ്മുടേത്? ഓപ്പൺ മൈൻഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ലേ, നല്ല മനസ്സുണ്ട് എന്നല്ലേ പറയാ, അല്ലേ? അതെ. നല്ല മനസ്സുള്ളവരാ. എന്തോ എന്തോ നിരാമ പറഞ്ഞേ? നമ്മളെല്ലാവരും ഒരേ മനസ്സുള്ളവരും നല്ല മനസ്സുള്ളവരാന്ന് പറയുമായിരുന്നു. ആ, തീർച്ചയായിട്ടും അതങ്ങോട്ട് ഉറപ്പിച്ചങ്ങ് പറയ്. എന്താ അത്ര ബുദ്ധിമുട്ട്? ഒരേ മനസ്സുള്ളവര്, നല്ല മനസ്സുള്ളവരാണ് നമ്മൾ അല്ലേ? പോസിറ്റിവിസം. ഓക്കെ, അപ്പോ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷന്റെ എന്താണെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു സെഷനിലേക്ക് നമുക്ക് കടക്കാം. എങ്ങനെ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. ഇതിലേക്ക് എല്ലാവരും പരമാവധി ആൾക്കാർ എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് ഇട്ടേക്കണേ. നെറ്റിന് അധികം ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് എനിക്ക് നിങ്ങളുടെ വീട്, ഫാൻ, അതൊന്നും അല്ല കാണേണ്ടത്, എനിക്ക് നിങ്ങളെയാണ് കാണേണ്ടത്. വീടൊക്കെ നല്ല വീടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. വീട്ടിലേക്കൊക്കെ വരാം ഒരു ദിവസം. പക്ഷെ നിങ്ങളെ കാണാനാണ് താല്പര്യം കൂടുതൽ. അപ്പൊ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തിടാവോ? ആ, ഓക്കെ.
ഒരു കാര്യം കൂടെ പറയണം, നമ്മൾ നല്ല അനുസരണയുള്ളവരാണെന്നും കൂടെ പറയണം കേട്ടോ ഇന്ദിരാമേ. നല്ല മനസ്സുള്ള നല്ല അനുസരണയുള്ള കൂട്ടരാ നമ്മളത്. അപ്പോ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എങ്ങനെയാണ് നമ്മൾ ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഗ്രീറ്റിംഗ് വിത്ത് എ സ്മൈൽ എന്നുള്ളതാണ്. ആദ്യം വളരെ പുഞ്ചിരിയോടുകൂടെ ഗ്രീറ്റ് ചെയ്യുക, പുഞ്ചിരിയോടുകൂടെ സംബോധന ചെയ്യുക. ഈ പുഞ്ചിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരി എന്ന് പറഞ്ഞ 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം ഫേക്കും ഒരെണ്ണം ജെനുവിനും. ഈ ഫേക്ക് സ്മൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ നമ്മൾ അംഗീകരിക്കുന്നൊന്നുമില്ല, പക്ഷെ എന്നാലും വന്നതല്ലേ കണ്ടതല്ലേ ചിരിക്കാതെ എങ്ങനെയാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്നാ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഒരു ചിരി കൊടുക്കില്ലേ, അതിനെയാണ് ഫേക്ക് സ്മൈൽ എന്ന് പറയുന്നത്. ഫേക്ക് സ്മൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്, ഒരു എന്തായാലും വന്നതല്ലേ എന്നാ പിന്നെ ഒരു ചിരി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചിരിക്കാം, അങ്ങനെ ഓ അങ്ങനെ ഒന്ന് അംഗീകരിച്ചിട്ട് എന്നൊക്കെ ഉള്ള ഒരു ചിരിനെയാണ് നമ്മൾ ഫേക്ക് സ്മൈൽ എന്ന് പറയുന്നത്. ജെനുവിൻ സ്മൈൽ എങ്ങനെയാ? അതെ ഇന്ദിരാമ ചിരിച്ചു കാണിച്ചു തരുന്നുണ്ട്, കണ്ടോ മക്കളെ, ഇതാണ് ജെനുവിൻ എന്ന് പറഞ്ഞിട്ട് 100 മാർക്ക് കൊടുത്തേക്ക് ജെനുവിൻ സ്മൈൽ അവിടെ വരുന്നുണ്ട് ഇന്ദിരാമയുടെ. വേറൊരാള് സ്മൈൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഇച്ചിരി നാണം കാരണം മുഖമൊക്കെ താഴ്ത്തി വെച്ചേക്ക, കൈ ഹാൻഡ് റൈസ് ചെയ്തേക്കണ ആളുടെ പേര് എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഫുൾ പല്ലോടുകൂടെ മനോഹരമായിട്ടുള്ള സ്മൈൽ അവിടെ വന്നു. ഓക്കെ, ഇതൊക്കെയാണ് ജെനുവിൻ സ്മൈൽ എന്ന് പറയുന്നത് അല്ലെ. ജെനുവിൻ സ്മൈലിന് ഒരു പ്രത്യേകതയുണ്ട്, അതിങ്ങനെ പുഞ്ചിരിയിൽ തുടങ്ങി പതുക്കെ ഒന്ന് പുഞ്ചിരിച്ച് അതങ്ങോട്ട് ഒരു പൂ വിടർന്ന പോലെ വേണം സ്മൈല് ചെയ്യാനായിട്ട്. ഒന്ന് എല്ലാവരും ഒന്ന് സ്മൈൽ ചെയ്തൊന്ന് നോക്കട്ടെ. ഫേക്ക് എനിക്ക് വേണ്ടാന്ന് ഞാൻ മുമ്പേ പറഞ്ഞു, ഫേക്ക് വേണ്ട, ജെനുവിൻ ആയിട്ടുള്ളത്. അടിപൊളി. ഓക്കെ, ശശികല ചേച്ചിയുടെ സ്മൈല് ഇത്തിരി കൂടെ ഒന്ന് കാണാമായിരുന്നു. കാശ് കൊടുത്താലേ കാണിക്കുള്ളൂ എന്നുള്ള മട്ടിൽ നിൽക്കുവാണോ ഈശ്വര? എന്തിനു നല്ലോണം അങ്ങോട്ട് സ്മൈൽ ചെയ്യ്, കാണട്ടെ അങ്ങോട്ട്. ഓക്കെ, ബാക്കി 2-3 പേരുടെയും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് നോക്കാം. സുഷമ ചേച്ചിയുടെ സൂപ്പർ സ്മൈൽ ആട്ടോ. അത് ശരി. ഇപ്പൊ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ എന്റെ സ്മൈല് മോശമാവാനുള്ള വഴി, ഞാനും ചിരിക്കും നന്നായിട്ട്. അപ്പൊ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സ്മൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൊക്കെ നന്നായിട്ടൊന്ന് വിടരും. അപ്പൊ നമ്മളെ പരിചയക്കാരൊക്കെ കാണുമ്പോ ചിരി ശ്രദ്ധിച്ചാൽ മതി, അവർക്ക് അവരുടെ ഉള്ളിൽ നമ്മളെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടി. ഇതൊക്കെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ടിപ്പാട്ടോ. അപ്പൊ നല്ലൊരു സ്മൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് അതിനൊപ്പം വിടരും. പിന്നെ അതേപോലെ നമ്മുടെ എന്താ പറയാ സ്മൈൽ എന്ന് പറയുമ്പോഴെങ്കിൽ കവിളുകളൊക്കെ ഒന്നൊരു തുടുത്ത് കുറച്ചും കൂടെ ആ ലിപ്സ് ഒക്കെ കുറച്ചും കൂടെ ഒന്ന് വികസിച്ചിട്ട് നല്ലൊരു സന്തോഷത്തിലുള്ളതാണ് ശരിക്കുള്ള ഒരു ജെനുവിൻ സ്മൈൽ എന്ന് പറയുന്നത്. പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ജെനുവിൻ സ്മൈല് മസ്റ്റ് ആണ് മക്കളെ. അപ്പൊ ഇങ്ങനെ കുറച്ചും കൂടെ, ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്മൈൽ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ക്ലാസ്സിലുള്ളവർ എണീറ്റ് പോകും, അല്ലെങ്കിൽ സംസാരിക്കുന്നവർ നോ താങ്ക്സ് എന്നുള്ള മട്ടില് മാറി നിൽക്കും. അപ്പൊ നല്ല സന്തോഷത്തിൽ കുട്ടികളുടെ ചിരി കണ്ടിട്ടില്ലേ, അവർക്ക് അഭിനയിക്കാൻ അറിയാത്ത കാരണം കൊണ്ട് അവർ നല്ല ഭംഗിയിൽ ചിരിക്കും. അപ്പൊ അതേപോലെയുള്ള സ്മൈലാണ് ജെനുവിൻ സ്മൈൽ എന്ന് പറയുന്നത് കേട്ടോ. ജെനുവിൻ സ്മൈൽ എന്ന് പറയുന്നത് നന്നായിട്ട് കണ്ണൊക്കെ വിടർത്തി നല്ല സന്തോഷത്തില് മനസ്സിലുള്ള സന്തോഷം അങ്ങനെ തന്നെ നമ്മുടെ ഫേസിലൂടെ പുറത്തേക്ക് വരുന്ന സ്മൈലാണ് ജെനുവിൻ സ്മൈൽ. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടതാണ് ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത്, അവരെ അഭിസംബോധന ചെയ്യുക. നമ്മളിപ്പോൾ എല്ലാവരെയും എങ്ങനെ അഭിസംബോധന ചെയ്യുക? നമ്മുടെ വേറെ ഏത് രാജ്യത്തെ ഏത് മതങ്ങളിലെ അഭിസംബോധന എടുത്തു നോക്കിയാലും ഇപ്പം പോസിറ്റീവ് തിങ്കിങ് സ്കിൽസ് എന്ന് ഞാൻ ഈ ടോപ്പിക് സെലക്ട് ചെയ്തപ്പോ അതൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ബുക്ക് ഉണ്ട്. അപ്പൊ അദ്ദേഹം അതിനെ കുറിച്ച് ഒരു ഇന്റർവ്യൂ തന്നായിരുന്നു. അപ്പൊ നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ആ ഇന്റർവ്യൂ കേട്ടപ്പോ അതിൽ അദ്ദേഹം പറയുന്നത്, അതായത് ഗ്രീറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് എന്താ പറയാ അസ്ലാമു അലൈക്കും പറയുന്നുണ്ട്. പിന്നെ ഓരോ രാജ്യത്തിലും ഹലോ, അങ്ങനെ ഇറ്റലിയിൽ എങ്ങനെയാണ്, ആഫ്രിക്കൻസ് എങ്ങനെയാണ്, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു വേർഡാണ്. ആളൊരു ബ്രിട്ടീഷുകാരനാണെന്ന് അറിയാലോ, അദ്ദേഹം പറഞ്ഞൊരു വേർഡാണ് ഇന്ത്യയിലെ സംസ്കാരത്തില് അവര് ഗ്രീറ്റ് ചെയ്യുന്നത് നമസ്തേ എന്ന് പറഞ്ഞിട്ടാണ്. ലോകത്തൊരു സംസ്കാരത്തിലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് ഇല്ല എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോ നമസ്തേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാ ഗ്രീറ്റ് ചെയ്യുന്നത്? നമസ്തേ തൃപ്പാദജയം. നമ്മൾ വിശ്വസിക്കുന്ന ഒന്ന് പറഞ്ഞ എല്ലാവരും കേക്കട്ടെ. അതേ ചിരിയോട് കൂടി നമസ്തേ. തൃപ്പാദജയം. നമ്മള് മറ്റുള്ളവരിലും നമ്മിലുമുള്ള പ്രപഞ്ച ശക്തിയായ ഈശ്വരനെ വണങ്ങിക്കൊണ്ട് നമ്മുടെ ഈശ്വരനെ
അർപ്പിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കാണ് തൃപ്പാദ ജയം എന്നുള്ളത്. എത്ര സന്തോഷത്തിലാണ്. അപ്പൊ നമ്മൾ ഒരു കോണ്ടാക്ട് എങ്ങനെയാ സംസാരം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാ പറഞ്ഞത്, വളരെ സന്തോഷത്തിലുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്മൈലോടുകൂടെ നമസ്തേ തൃപ്പാദ ജയം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അപ്പൊ തന്നെ എന്താണ്, ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ വരുന്നത്. പിന്നെ നമ്മൾ എന്താശയം പറഞ്ഞാലും അതിന് ഒരു കലക്കൻ ഇൻട്രഡക്ഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലെ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തത്, നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരെയും നോക്കിക്കൊണ്ട് അവരെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അല്ലാതെ ഞാനിപ്പോ പറയുന്ന കാര്യം എന്റെ സ്വന്തം ആശയങ്ങളാണ്, അല്ലെങ്കിൽ എനിക്കത് പറഞ്ഞേ തീരൂ, അതുകൊണ്ട് ഞാൻ അത് പറയാൻ പോവുകയാണ്, കേട്ടേക്കണം എല്ലാവരും. അങ്ങനെ യാതൊരു ഡിമാൻഡും ഇല്ല. നിങ്ങൾ എല്ലാവരെയും ഞാൻ അംഗീകരിക്കുന്നു, നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു, നിങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിൽ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, തുടങ്ങാനായിട്ട് അല്ലെ. അപ്പൊ അവിടെ ശീലചേച്ചി ഇരിപ്പുണ്ട്. ശീലചേച്ചിനെ ഞാനൊന്ന് ഐ കോണ്ടാക്ട് ചെയ്തു. ഓൺലൈൻ ക്ലാസ് ആവുമ്പോ ഇത്രയും ഐ കോണ്ടാക്ട് ഒക്കെ പറ്റുന്നുള്ളൂ കേട്ടോ, ക്ഷമിക്കണം. അപ്പൊ എന്നാലും ഒന്ന് നോക്കി, എല്ലാവരെയും ഒന്ന് നോക്കി അല്ലെ, എല്ലാവരെയും നോക്കി ചിരിച്ചു. ആ ഒരു പുഞ്ചിരി എപ്പോഴും വളരെ പ്ലസന്റ് ആയിട്ട് നിർത്തിക്കൊണ്ട്, പിന്നെ നമുക്ക് ചിലവർക്ക് പണ്ടത്തെ ആൾക്കാർക്ക് എന്ന് വെച്ചാൽ പണ്ട് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുന്നവർക്ക് ഇപ്പൊ ഇല്ല, ഇപ്പൊ കാരണം എല്ലാവർക്കും ഒരേ ലെവൽ വിവരാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ അഹങ്കാരമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ചിലർ വിചാരിക്കുന്നത് എന്താ അറിയോ, എനിക്കെല്ലാം അറിയാം, കേൾക്കാനിരിക്കുന്ന നിങ്ങൾക്ക് ഒന്നും അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും, സംസാരത്തിൽ ഭയങ്കര അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ വരും. അത് കേൾക്കുന്നവരെ അത് പലതരത്തിലും വേദനിപ്പിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ. പോസിറ്റീവ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം, ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം അത് നിങ്ങൾക്കും അറിയാം. ഞാൻ എന്റെ അഭിപ്രായം നിങ്ങളോട് ആരായുന്ന പോലെയാണ് ഞാനത് നിങ്ങളോട് പറയുന്നത്. അങ്ങനത്തെ ഒരു മനോഭാവത്തിൽ വേണം പറയാനായിട്ട്, അങ്ങനെ വേണം നമ്മൾ പറയാനായിട്ട് അല്ലേ രാഘവൻ ചേട്ടാ, നമ്മൾ അങ്ങനെ വേണം പറയാനായിട്ട്. ഇപ്പൊ ഞാനിങ്ങനെ നിന്നിട്ട് രാഘവൻ ചേട്ടന് ഒന്നും അറിയില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല, എനിക്ക് മാത്രമേ എല്ലാം അറിയൂ എന്നുള്ള ഭാവത്തിൽ സംസാരിച്ചു തുടങ്ങിയ 2 സെക്കൻഡ് കൊണ്ട് ആള് മീറ്റിംഗ് ലീവ് ചെയ്ത് പോകും, എനിക്ക് കഞ്ഞി കുടിക്കാൻ നേരായി എന്നും പറഞ്ഞു അല്ലേ. പകരം എങ്ങനെയാ നമ്മള് ആൾക്കാരോട് സംസാരിക്കേണ്ടത്, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാം, ഞാൻ അതൊന്ന് ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് പറയുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഭാവത്തിൽ വേണം നമ്മൾ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ ആദ്യം നമ്മള് ഗ്രീറ്റിംഗ് വിത്ത് എന്ത് സ്മൈലാ, ഫേക്ക് സ്മൈൽ അല്ല കേട്ടോ, ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സ്മൈൽ അല്ല, ജെനുവിൻ സ്മൈൽ. കണ്ണൊക്കെ വിടർത്തി കവളൊക്കെ ഒന്ന് തുടിപ്പിച്ച് എന്താ പറയാ, ചിറിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടത്, ഇങ്ങനെ ആയിട്ടുള്ള ജെനുവിൻ സ്മൈൽ. പിന്നെ ഐ കോണ്ടാക്ട്, എല്ലാവരെയും നമ്മൾ പരിഗണിക്കുന്നു, നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു എന്നുള്ള ഒരു ഇത്. അല്ലാതെ കയറി വന്നിട്ട് ഒന്നും അറിയാത്തവരെ ഞാൻ ഇതാ കുറെ കാര്യങ്ങൾ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നാ ചേച്ചി ഇവിടെ നിന്ന് പറഞ്ഞോ, ഞങ്ങൾക്ക് വേറെ കുറെ പണിയുണ്ട് എന്ന് മറ്റുള്ളവർ പറയും. അതല്ലാതെ നമ്മളുടെ ആ സ്റ്റാൻസിൽ തന്നെ ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു എന്നുള്ളത് വേണം. പിന്നെ അവരെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കണം, സുഖമല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ശാഖയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ ക്ലാസ് എടുക്കാനായിട്ട് ചെല്ലുകയാണ്. കൂട്ടായ്മയിൽ ക്ലാസ് എടുക്കാൻ ചെന്നിട്ട് നിങ്ങൾ അത്ര പോരാന്നാണല്ലോ അപ്പുറത്തെ കൂട്ടായ്മക്കാര് പറഞ്ഞത്, അല്ലെങ്കിൽ അപ്പുറത്തെ സംഘക്കാര് പറഞ്ഞത് നിങ്ങൾ അത്ര പോരാന്നാണല്ലോ, നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ പ്രവർത്തനങ്ങൾ ആകാട്ടോ. അങ്ങനെയല്ല പറയേണ്ടത്. അവര് ഇപ്പൊ ഇത്രയും പേര്, ഒരു 50 പേരുടെ കൂട്ടായ്മയിൽ ഒരു 40 പേര് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടായ്മയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ സംഘത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത്രയും പേര് വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, ആ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും അഭിനന്ദനാർഹരാണ്, മറ്റുള്ളവർക്ക് അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവര് വരാത്തതെന്ന് എനിക്കറിയാം. അങ്ങനെ വേണം പറയാനായിട്ട്. അല്ലാണ്ട് നമ്മളൊരു കാര്യം പ്രസംഗിക്കാൻ അല്ലെങ്കിൽ ഒരു കൂട്ടരെ ഒരു സംഘത്തിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് 19 പേരുണ്ടായിട്ട് ഇത്രേ ഉള്ളോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആക്കി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ല. അപ്പൊ അവർക്ക് കോംപ്ലിമെന്റ് കൊടുത്തിട്ട് വേണം. ഇതിപ്പോ ഒരു യോഗത്തിൽ തന്നെ ചെന്ന് സംസാരിക്കണം എന്നില്ല കേട്ടോ. നമ്മൾ വീടുകളില് ഫ്രണ്ട്സിന്റെ അടുത്ത് അല്ലെങ്കിൽ നമുക്ക് പരിചയക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഇങ്ങനെ വേണം സംസാരിക്കാനായിട്ട്. അല്ലാതെ ചെന്ന് കണ്ട ഉടനെ തന്നെ അയ്യോ മോൾക്ക് പരീക്ഷ റിസൾട്ട് വന്ന് മാർക്ക് കുറവാലേ, പക്ഷെ എന്റെ മോന് നല്ല മാർക്ക് ഉണ്ട് കേട്ടോ, അങ്ങനെയല്ല. മോൾക്ക് വിചാരിച്ചത്ര മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ മോന്റെ കാര്യം അവിടെ എഴുന്നള്ളിക്കേണ്ട യാതൊരു കാര്യമില്ല. പകരം പറയാം, ആ കുട്ടി പരീക്ഷ എഴുതി പാസ്സായല്ലേ, വളരെ നല്ല കാര്യം, അറിഞ്ഞു കേട്ടോ നല്ല മാർക്ക് ഉണ്ട് എന്നൊക്കെ, അത്രയും മതി. അല്ലാതെ എന്റെ മോനെ വെച്ച് ചേച്ചിയുടെ മോൾക്ക് മാർക്ക് കുറവാണല്ലേ അങ്ങനെ പറയരുത്.
പകരം എന്ത് ചെയ്യണം, വളരെ പോസിറ്റീവായിട്ട് പറയാ. ഒരു കാരണവശാലും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന, അവരുടെ എന്താ പറയാ, അവരുടെ സന്തോഷത്തിനെ ഹർട്ട് ചെയ്യുന്ന യാതൊരു വാചകങ്ങളും നമ്മുടെ വായിൽ നിന്ന് വീണു പോകരുത്. ചിലർക്കൊക്കെ ഉള്ള ഒരു എന്തെങ്കിലും മറ്റുള്ളവർ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടിട്ടുണ്ടെങ്കിൽ അതുങ്ങളൊക്കെ ഒന്ന് തോണ്ടി മാന്തി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചല്ലോ, ഭക്ഷണം ഒന്നും കഴിക്കണില്ലേ, അല്ലെങ്കിൽ അസുഖമാണെന്ന് കേട്ടല്ലോ, എന്താ പറ്റിയത്, ചെറിയ ഹാർട്ടിന് എന്തോ ബുദ്ധിമുട്ടായിരുന്നു, ചിലപ്പോ പ്രഷർ കയറിയിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയതായിരിക്കും. പറയും എന്റെ മൂത്തമ്മാവന്റെ മോനും ഇങ്ങനെ തന്നെയാവുന്നു, പ്രഷർ കയറിയതാന്ന് വിചാരിച്ച, അല്ലെങ്കിൽ ഗ്യാസ് കയറിയതാന്ന് വിചാരിച്ച, പക്ഷെ 3ന്റെ അന്ന് ആള് തീർന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു കോൺഫിഡൻസ് കൊടുക്കരുത് ആർക്കും. പകരം എന്ത് ചെയ്യുക, ആ എന്താ പറയാ സിറ്റുവേഷൻ അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോ അതിനെ ലഘൂകരിച്ച് അതിനെ എന്താ പറയാ മനോഹരമാക്കി ഒറ്റ കാര്യം പറയുന്നു, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതേ ഇങ്ങോട്ട് കിട്ടും. ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ളത് എന്താ പറയാ ലോകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു നിയമം. അപ്പൊ മറ്റുള്ളവരെ ബഹുമാനിച്ച് അവരുടെ ഫീലിങ്സിനെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ. പിന്നെ അവരെ കോംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് അടുത്തത്. നമ്മളിപ്പോ ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് അവരെ കോംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത്. അതായത് നന്നായിരിക്കുന്നല്ലോ, നല്ല കാര്യങ്ങളാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ഗ്രീറ്റിംഗ് വിത്ത് എ സ്മൈല് പറഞ്ഞു, ഐ കോണ്ടാക്ട് പറഞ്ഞു, പിന്നെ അവരെ കുറിച്ച് 2 വർത്താനം അന്വേഷിച്ചു. ഒന്നില്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോന്നോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോന്നൊക്കെ ചോദിക്കുന്നത്, ഭക്ഷണമൊക്കെ കഴിച്ചോന്ന് വളരെ സ്നേഹത്തിൽ ചോദിക്കണം, അല്ലാണ്ട് ചെന്ന് കഴിഞ്ഞിട്ട് കുളിച്ചോ എന്നൊന്നും ചോദിക്കരുത് കേട്ടോ. ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുന്നത് ഒരു മര്യാദ, അല്ലാതെ കയറി ചെന്നിട്ട് കുളിച്ചില്ലേ അങ്ങനെയൊന്നും ചോദിക്കരുത്. അപ്പൊ അങ്ങനെ രീതിയിൽ പോസിറ്റീവായിട്ട് കൊണ്ടുപോകുക. പിന്നെ മേക്ക് ദം ബിലീവ് ദാറ്റ് വി ആർ ദെയർ ഫ്രണ്ട്സ്. അവരോട് നമ്മളൊരു കാര്യം പറയാനായിട്ട്, നമ്മുടെ ഉള്ളിലുള്ള ആശയം അവരിലേക്ക് പറയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെല്ലുന്നത്. ചെല്ലുമ്പോൾ അവരോട് പറയാൻ, അവരെ വിശ്വസിപ്പിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ മേക്ക് ദം ബിലീവ് ദാറ്റ് വി ആർ ദെയർ ഫ്രണ്ട്സ്. നമ്മൾ അവരോട് പറയാൻ പോകുന്ന കാര്യം അവർക്ക് നന്മയുള്ളതാണ്. അതേപോലെ നമ്മൾ അവരുടെ ശത്രുവല്ല, മറിച്ച് ആരാണ്, നമ്മൾ അവരുടെ ഫ്രണ്ട്സ് ആണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. നമ്മൾ അവരുടെ ഫ്രണ്ട്സ് ആണ് എന്നുള്ള രീതിയിൽ വേണം പറയാനായിട്ട്, സംസാരിക്കാനായിട്ട്, നമ്മളുടെ ആശയങ്ങൾ നമ്മൾ അവരോട് പറയാനായിട്ട് കേട്ടോ. അല്ലാതെ ഓടിച്ചെന്നിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറച്ച് കുറ്റവും പറഞ്ഞ് എന്റെ കുറെ മേന്മയും പറഞ്ഞിട്ട് ഞാൻ പറയാൻ പോണ കാര്യം ഒന്ന് കേട്ടെ, മസ്റ്റ് ആയിട്ട് കേട്ടേ തീരുന്നൊന്നും പറഞ്ഞാൽ അവര് കേൾക്കില്ല. അപ്പൊ എങ്ങനെ വേണം അവരെ ബോധിപ്പിക്കാനായിട്ട്? ഇപ്പൊ ഇന്ദിരാമയുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇന്ദിരാമ എപ്പോഴും ഉള്ള ചിരി, അതേ ചിരിയിൽ എന്നെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇന്ദിരാമയുടെ അടുത്ത് ഞാനൊരു അസംഷൻ ഉണ്ടാക്കി കൊടുക്കണം. എന്ത്? ഞാൻ ഇന്ദിരാമയുടെ ഫ്രണ്ടാണ് എന്നുള്ളത്. എന്നാലേ ഇന്ദിരാമ അവിടെ ഇരുന്ന് കേൾക്കുള്ളൂ. അതല്ലെങ്കിൽ എനിക്ക് 100 കൂട്ടം പണിയുണ്ട്, അവിടെ പുറത്ത് ഏലം ഉണക്കാനുണ്ട്, അല്ലെങ്കിൽ അത് പറിക്കാനുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ദിരാമയ്ക്ക് വേറെ 100 കൂട്ടം കാര്യത്തിന് പൊക്കൂടെ. അപ്പൊ അങ്ങനെയൊന്നുമല്ല, നമ്മൾ അവരുടെ ഫ്രണ്ടാണ് എന്ന് തോന്നണം. എന്നിട്ട് വേണം നമ്മൾ ആദ്യം പറഞ്ഞ ഫാക്ടേഴ്സ് വളരെ കൃത്യമായിട്ട്, വ്യക്തമായിട്ട്, പിന്നെ എന്താ, സംക്ഷിപ്തമായിട്ട് നമ്മുടെ ആശയങ്ങൾ അവരോട് പങ്കുവയ്ക്കാൻ. അപ്പൊ എന്താണ് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് മനസ്സിലായല്ലോ എല്ലാവർക്കും? ഈ കുഞ്ഞു കുട്ടികൾക്ക് ക്ലാസ് എടുക്കണ പോലെ ആയല്ലേ, ടീച്ചർ ആയാലുള്ള പ്രശ്നമാണ്. മനസ്സിലായി ടീച്ചറെ. ആ ശരിക്കാം. ഓക്കെ, പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താന്ന് പറഞ്ഞു, അതിന്റെ സ്കില്ലുകൾ എന്താണെന്ന് പറഞ്ഞു, എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയിൽ ശ്രീകാന്തേട്ടൻ മനോഹരമായിട്ട് നമുക്കൊരു പാട്ടും പാടി തന്നു. അപ്പൊ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞായിരുന്നേ, ഇപ്പോഴത്തെ ജനറേഷനുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോ എന്ന് പറയാൻ അറിഞ്ഞൂടാ. ഇപ്പൊ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ സ്പീക്കറായിട്ട് നിന്ന് അവരോട് ഇങ്ങനെയൊക്കെ പെരുമാറി നമ്മുടെ ആശയങ്ങൾ വളരെ മനോഹരമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ ഒരു സംഭവം ഉണ്ട്, അതായത് സ്പീക്കർക്ക് മീൻസ് ലിസണർക്ക്, നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഫീഡ്ബാക്ക് തരുകയും വേണ്ടേ? ഫീഡ്ബാക്ക് അവർ തരും, ഓക്കെ, അത് വളരെ സന്തോഷമുള്ള കാര്യം. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പറയാ. നമ്മുടെ ഒരു സിനിമ ഉണ്ടല്ലോ, എന്താ അറിയൂടെ, സിനിമയുടെ കാര്യം പറയാണ്ടിരുന്ന ഭയങ്കര വിഷമ. സിനിമ വൈകുണ്ഠപുരം എന്ന് പറഞ്ഞിട്ട് അല്ലു അർജുന്റെ ഒരു സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടാവില്ല, എന്നാലും കണ്ടവരുണ്ടോ എന്ന് ചോദിക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സിനിമയില് ജയറാം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. വൈകുണ്ഠപുരം എന്ന സിനിമയില് ജയറാം പറയുന്ന ഒരു ഡയലോഗാണ്, ഇന്നത്തെ ജനറേഷന് നോ പറയാൻ അറിയില്ല. ഇന്നത്തെ ജനറേഷന് നോ, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വേണ്ട എന്ന് പറയാനായിട്ട് അറിയില്ല അത്രേ. അപ്പൊ അതിനെ കുറച്ചൊരു ടിപ്പ് പറയാണ്. ഇപ്പൊ നമുക്ക് ചിലവര് ഇങ്ങനെ നിർബന്ധപൂർവ്വം നമ്മളോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയാ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ല, നമുക്ക് അതിന് നേരില്ല, എന്നാലും ഓരോരുത്തരും നമ്മളോട് ഒരു ഹെൽപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ അവർ നിർബന്ധമായിട്ട് നമ്മൾ എന്തിനെങ്കിലും ഇൻവൈറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെ നമ്മൾ അവരോട് നോ പറയും എന്നുള്ള ഒരു 4 ടിപ്പും കൂടെ പറഞ്ഞു തരാവേ.
ഒരു സെക്കൻഡ് പ്ലീസ്. അങ്ങനെയാണ് എങ്ങനെയൊക്കെ നോ പറയാൻ ഉള്ളത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ നമ്മളെ നിർബന്ധിക്കാൻ ആർക്കും അവകാശമില്ല. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോ എന്തിനേയും നെഗറ്റീവ് പറയണേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ ഇതിനോട് ചേർന്ന് പറയേണ്ടി വന്നതുകൊണ്ട് പറയാം, നമുക്കിഷ്ടമില്ലാത്ത കാര്യം നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ ആർക്കും അധികാരമില്ല. പിന്നെ അത് നമ്മളുടെ നന്മയ്ക്കുള്ളതാണ് എന്നുണ്ടെങ്കിൽ പാരന്റ്സിന് വേണമെങ്കിൽ കുട്ടികളുടെ അടുത്ത് പറയാം. എന്നിരുന്നാൽ പോലും 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏതാണ് നല്ലത്, എനിക്ക് ഏതാണ് അപ്രോപ്രിയേറ്റ് ആയത്, ഏതാണ് എനിക്ക് സ്യൂട്ടബിൾ ആയത് എന്ന് തിരഞ്ഞെടുക്കാനുള്ള ബോധം, ബുദ്ധിയും കഴിവും വിവേകവും ഇന്നത്തെ തലമുറയ്ക്ക് ധാരാളമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഫ്ലാറ്റിലി നമ്മൾ നോ എന്ന് പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. കേട്ടോ ക്ഷിപ്ര? ഇപ്പൊ ക്ഷിപ്രയുടെ അടുത്ത് ഞാൻ പറയാം, ക്ഷിപ്രയ്ക്ക് 100 കൂട്ടം പണി, തിരക്കുള്ള പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ക്ഷിപ്രയുടെ അടുത്ത് ഞാൻ ചെന്നിട്ട് പറയാം, ക്ഷിപ്ര എന്റെ കൂടെ ഒന്ന് ഷോപ്പിങ്ങിന് വരണം, മാളിലേക്ക് എന്റെ കൂടെ ഒന്ന് വരാവോ എന്ന് ചോദിക്കാം. ക്ഷിപ്രയ്ക്ക് പറ്റില്ല എന്ന് നിർബന്ധപൂർവം എന്നെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ മാന്യമായിട്ട് ക്ഷിപ്ര എങ്ങനെയാ പറയാ? ക്ഷിപ്ര വിചാരിക്കും പാവം ടീച്ചർ ഇത്ര കാര്യമായിട്ടൊക്കെ ചോദിച്ചതല്ലേ, എന്നാ പിന്നെ പോയേക്കാം. എന്തെങ്കിലും ഒരു ജോലി മാറ്റി വെച്ചിട്ട് വരാൻ ടീച്ചറെ എന്ന് പറയും. അത് നമ്മൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അനുസരിച്ചിരിക്കും. പക്ഷെ ക്ഷിപ്രയ്ക്ക് അത് ഒരു ജോലി മാറ്റി വെക്കേണ്ട കാര്യമില്ല ക്ഷിപ്ര. അങ്ങനെയാവുമ്പോൾ ക്ഷിപ്ര എന്ത് പറയും? ക്ഷിപ്രയ്ക്ക് ക്ഷിപ്രയുടെ ജോലിയാണ് മുഖ്യം, എന്റെ ആവശ്യമല്ല മുഖ്യം. പിന്നെ ഞാൻ എന്റെ ജീവനോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് അത്യാവശ്യമായ സാധനങ്ങളൊന്നും വാങ്ങാൻ പോണതല്ല, മാളിലേക്ക് ജസ്റ്റ് കറങ്ങാൻ പോകുന്നതാ. അപ്പൊ ക്ഷിപ്ര എന്ത് പറയും? ഇന്ന് സമയമില്ല കേട്ടോ, നാളെ ഞാൻ നോക്കാന്ന് പറയും. വെരി ഗുഡ്, അത്രേ ഉള്ളൂ. ഇന്ന് സമയമില്ല കേട്ടോ, അയ്യോ ഇന്ന് കുറച്ച് ബിസിയാണേ, നാളെ നോക്കാം. ഒരു പ്രോമിസും ഒരു ഡിനയിലും അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്ഷിപ്ര നടത്തി. അപ്പൊ ചില കാര്യങ്ങൾ നമുക്കത് തീരെ പറ്റാത്തതാണെങ്കിൽ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ എന്താ, ഇപ്പൊ ക്ഷിപ്ര പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, അയ്യോ ഇന്ന് ഞാൻ കുറച്ച് ബിസിയാ, നാളെ നോക്കാം. പിന്നെ അതല്ലെങ്കിൽ എന്താ പറയാ, ഓ എന്നെ കൊണ്ട് അങ്ങനെ തന്നെ പറയാ, ഓ പറ്റില്ല കേട്ടോ, ഒന്നും വിചാരിക്കരുത്, സോറി, മതി. ഇനി നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ തന്നെ നമ്മളോട് പറയാം, എന്നാ വാ നമുക്ക് ചായ കുടിച്ചിട്ട് പോയാലോ. അപ്പൊ എന്താ പറയാ, ഓ എനിക്ക് ചായ ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ അങ്ങനെ പറയുമ്പോ എന്താണെന്നറിയോ, എന്നാ വാ നമുക്ക് കാപ്പി കുടിച്ചിട്ട് പോവാന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നോ എന്ന് പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. പറയും അയ്യോ എനിക്ക് താല്പര്യമില്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല, അതെന്റെ ശീലമല്ല. അതൊരിത്തിരി ഉറപ്പിച്ചു പറഞ്ഞു നോക്കിക്കേ, പിന്നീട് അങ്ങനെ ഒരു കമ്പൽഷൻ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? ഓക്കെ ഓക്കെ, അത് ശരിയാ. ചായ കുടിക്കാൻ വിളിച്ചാൽ വേണ്ടാന്ന് പറയാം, പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ആവശ്യമില്ല. ഓക്കെ, അത് അത് തന്നെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നോ പറയേണ്ടത്. പിന്നെ നമുക്ക് നമ്മുടെ ഒരു എന്താ പറയാ സുപ്പീരിയർ ഓഫീസർ നമുക്ക് പിന്നെയും കാണേണ്ടവർ അത്ര ബന്ധമുള്ളവരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അയ്യോ എനിക്ക് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോ പറ്റാഞ്ഞിട്ടാട്ടോ, മതി. കണ്ടോ? അതായത് പിന്നെയും അവരെ കാണേണ്ടതാണ്, പിന്നെയും അല്ലെങ്കിൽ നമുക്ക് അവരെ എന്തെങ്കിലും കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടതാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഇന്നിപ്പോ വേണ്ട കേട്ടോ എന്ന് പറയാം. അത് അങ്ങനെ പറഞ്ഞ് അല്ല ടീച്ചർ, ആരുടെയും മനസ്സ് വേദനിപ്പിക്കാണ്ട് പോകണമെന്നൊരു മനസ്ഥിതി ഉള്ളത് കൊണ്ടാ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഐഡിയ എടുത്തേ, ഇന്നിപ്പോ അത് വേണ്ടാട്ടോ, അല്ലെങ്കിൽ ഇന്ന് വേണ്ടാത്തോണ്ടാ പറഞ്ഞു. നൈസായിട്ട് നമ്മളത് തീർത്തു. അപ്പൊ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും പ്ലസന്റ് ആയിട്ട്, ഹാപ്പി ആയിട്ട്, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ സ്റ്റാൻഡും നമ്മളൊന്ന് ഭദ്രമാക്കണം കേട്ടോ. അതുകൊണ്ടാണ് എങ്ങനെ നോ പറയണം എന്നുള്ള കാര്യത്തെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞു തന്നത്. അപ്പൊ തീരെ വേണ്ട എന്ന്, ഇറ്റ് ഈസ് എ നോ എന്ന് പറഞ്ഞാൽ അതൊരു നോ ആയിരിക്കണം. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഒരു എക്സാമ്പിൾ, നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം എന്ന് പറയാൻ ആരാ പറഞ്ഞു തരാ? എനിക്ക് വയസ്സായില്ലേ, ഞാൻ മറന്നു. കുട്ടികളെയൊക്കെ മയക്കുമരുന്ന് കഴിക്കാനായിട്ട് ആദ്യം പൈസ ഒന്നും വേണടാ, നീ ഒന്ന് വന്നോടാ, ഒന്ന് കഴിച്ചു നോക്ക് എന്ന് പറയുമ്പോ അവിടെ നോ തന്നെ പറയണം. കറക്റ്റ്.
അതായത് നമുക്ക് ദോഷമാണ് എന്ന് നമുക്കുറപ്പുള്ള കാര്യങ്ങളിൽ നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് നോ ആണ്. അല്ലെങ്കിൽ അവരോട് ഇന്ന് വേണ്ട ചേട്ടാ നാളെ എന്ന് പറഞ്ഞാൽ ശരിയാവോ? അങ്ങനെ പറയാൻ പാടില്ല. ആ അപ്പൊ ഓക്കെ. ചെല്ലും ചോർക്കും. അതന്നെ, അത് അവർക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വഴി തുറന്നു കൊടുക്കുന്ന പോലെയാവും. ഇപ്പൊ നാളെ വന്നവൻ സമ്മതിക്കായിരിക്കും എന്നുള്ളത്. നോ പറയേണ്ടടുത്ത് കറക്റ്റ് ആയിട്ട് നോ പറയാം. പിന്നെ മറ്റുള്ളവരെ വിഷമിപ്പിക്കാത്ത തരത്തിൽ പോസിറ്റീവായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള എക്സ്ക്യൂസസ്, ഇന്ന് ബിസി ആയതുകൊണ്ട്, ഇന്ന് താല്പര്യമില്ലാഞ്ഞിട്ടാ, പിന്നെ ആവട്ടെ, അല്ലെങ്കിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ, ഒന്നും വിചാരിക്കരുത്, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് നീട്ടിക്കൊണ്ട് പോവാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വീണ്ടും നിങ്ങളുടെ അടുത്ത് ഇതേപോലെ വന്നിരിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ വളരെയേറെ സന്തോഷം. ഭഗവത് തൃപാദങ്ങളിൽ ഒരുപാട് നന്ദി അർപ്പിച്ചുകൊള്ളുകയാണ്. അപ്പൊ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമുക്കൊരു സ്മൈലിംഗ് കോമ്പറ്റീഷൻ കൂടെ വെക്കായിരുന്നു. ഞാൻ ഒരു 3-4 സ്മൈലേ കണ്ടുള്ളൂ. നേരെ ഇല്ലാത്ത കാരണം ഇനിയിപ്പോ 8 മണിക്കുള്ളിൽ തീർക്കേ വേണ്ടേ. പക്ഷെ കണ്ട സ്മൈലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. രാഘവൻ ചേട്ടന്റെ സ്മൈല് കാര്യമായിട്ട് കാണുന്നില്ല കേട്ടോ, കണ്ണട മാത്രമേ കാണുന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല, കണ്ടു. ഞാനും കണ്ണട വെച്ചിട്ടുണ്ട്, മെച്യൂരിറ്റിക്ക് വേണ്ടി വെച്ചതാ. നന്നായിട്ടില്ലേ? കന്നഡ കാണാനില്ല ടീച്ചറെ. കാണാൻ അത് പറ്റില്ല. നിങ്ങൾ പെട്ടെന്ന് കാണരുത്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഫ്രെയിം ഒക്കെ ചെയ്ത് വെച്ചതാ. നമ്മള് കണ്ണാട് വെക്കുമ്പോൾ കുറച്ച് കണ്ണാട് വെക്കുമ്പോൾ കുറച്ച് മെച്യൂരിറ്റി ഒക്കെ തോന്നുന്നു പറഞ്ഞത്. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു ആഭിമുഖ്യം ടീച്ചർ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ സത്യങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. അതെ അതെ, ഇത്രയും സത്യങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കാം. എല്ലാവരുടെയും പുഞ്ചിരി കണ്ടു, സന്തോഷായി. ഒരു കള്ളനോട് നീ കള്ളനാണെന്ന് നേരിട്ട് പറഞ്ഞ അവന് ഇഷ്ടപ്പെടില്ലോ. അപ്പൊ ഒന്നും അങ്ങനെ പറയാതിരിക്കുക. ഒരു കഥയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുകയാണ്. പണ്ട് ഒരു രാജാവിന്റെ കഥയുണ്ട്. ഒരു ജ്യോത്സ്യൻ, രാജാവിന് ജ്യോതിഷത്തിലൊക്കെ, നിങ്ങൾ കേട്ടിട്ടുള്ള കഥയാണ്, ജ്യോതിഷത്തിലൊക്കെ വളരെ വിശ്വാസമുള്ള ഒരു രാജാവായിരുന്നു. അപ്പൊ രാജാവിന് തന്റെ ഭാവി കാലം എന്താണെന്ന് അറിയാനായിട്ട് ഒരു എന്താ പറയാ ഉത്സുകത തോന്നി. ജ്യോത്സ്യന്മാരെയൊക്കെ വിളിച്ചു. അപ്പൊ എല്ലാ ജ്യോത്സ്യന്മാരും വന്ന് പറഞ്ഞത് രാജാവിന് അധികകാലം ആയുസില്ല, ഉടനെ തട്ടിപ്പോകുന്ന. അപ്പൊ അങ്ങനെ തട്ടിപ്പോകുമെന്ന് പറഞ്ഞ എല്ലാ ജ്യോത്സ്യന്മാർക്കും അപ്പൊ തന്നെ രാജാവ് മരണശിക്ഷ വിധിക്കുക ചെയ്തത്. പക്ഷെ ഒരു ജ്യോത്സ്യൻ വന്ന് പറഞ്ഞത്, ജ്യോത്സ്യം വന്ന് പറഞ്ഞത്, തമ്പുരാനെ, ഒരു വളരെ സന്തോഷകരമായുള്ള ഒരു വർത്തമാനമാണ് ഞാൻ കാണുന്നത്. തമ്പുരാന്റെ മകൻ അധികം താമസിയാതെ ഈ രാജ്യത്തിന് അവകാശിയാകും. തമ്പുരാന്റെ മകൻ അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ കിരീടധാരണം നടക്കുമെന്നാ പറഞ്ഞത്. രാജാവിന് സന്തോഷായി. നല്ല കാര്യം, എന്റെ മോൻ പെട്ടെന്ന് രാജാവാകും, വെരി ഗുഡ്. അപ്പൊ ഇഷ്ടംപോലെ ജ്യോത്സ്യന് കുറെ സമ്മാനങ്ങളൊക്കെ കൊടുത്തു വിട്ടു അത്രേ. അപ്പൊ സത്യം എന്തായിരുന്നു? രാജകുമാരൻ രാജാവാകണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഇപ്പൊ ഇരിക്കുന്ന രാജാവ് എങ്ങോട്ട് പോണം? മരണപ്പെട്ടു പോകണം. ആള് വിസയൊക്കെ അടിച്ച് കിട്ടി പോകേണ്ടി വരും അല്ലെ. പക്ഷെ ആ ഒരു കാര്യത്തിന് പകരം എന്ത് പറഞ്ഞു? തമ്പുരാനെ, അങ്ങയുടെ മകൻ ഉടനെ തന്നെ കിരീടമണിയാനുള്ള യോഗം കാണുന്നു എന്ന് പറഞ്ഞു. അതാണ് ഇപ്പൊ ക്ഷിപ്രയും പറഞ്ഞത് അല്ലെ. അപ്രിയ സത്യങ്ങൾ ഉണ്ടാകാം, പക്ഷെ അതിനെ ഒന്ന് എങ്ങനെ പറയാം, സത്യം പറയണം അല്ലെ. അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കൊന്നും വേണ്ട, പക്ഷെ അതിനെ ഒന്ന് എന്താ പറയാ, ഈ മയപ്പെടുത്തണം. ഒന്ന് മയപ്പെടുത്തിയൊക്കെ പറയാം അല്ലെ സുഷ്മ ചേച്ചി? ഒന്ന് മയപ്പെടുത്തിയൊക്കെ പറയാം. സത്യം എന്തൊക്കെ ആയാലും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാ, അതിനൊക്കെ ഒന്ന് മയപ്പെടുത്തി പറയാന്നുള്ളത്. വേറെന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ലേ? ഞാൻ നേരത്തെ ആണോ നിർത്തിയേ? നമസ്തേ. ഞാനിങ്ങനെ പഴയ കൂട്ടുകാരെയൊക്കെ കാണുമ്പോഴത്തേനും നാട്ടുകാരെയൊക്കെ കാണുമ്പോഴത്തേനും അയ്യോ ഇന്ദ്രി അപ്പടി മെലിഞ്ഞു പോലെ, എന്നാ പറ്റി, വീട്ടിൽ ഇരുന്ന് ക്ഷീണിച്ചു പോയെന്നൊക്കെ. അപ്പൊ നമ്മൾ എന്ത് പറയും അതിന്? ക്ഷീണിച്ചു പോയെന്ന് പറയുമ്പോൾ അതിന്റെ ഒറ്റ വേർഡേ പറയുന്നുണ്ട്, അതിന്. അതിന് എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. അതിന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്താ മനുഷ്യ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ, ഞാനല്ല ക്ഷീണിച്ച്, എന്റെ ബോഡിയല്ലേ, അത്രയ്ക്കുള്ളൂ. ഒരൊറ്റ വേർഡ് പറഞ്ഞാൽ മതി അതിന്. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടൊരു നോട്ടോ നോക്കുക അതിന്. ഇതിൽ കൂടുതൽ ഒരു മറുപടിയും അവര് അർഹിക്കുന്നില്ല ഇന്ദിരാമേ. അതിന് എന്നുള്ള ഒരൊറ്റ മറുപടി മാത്രമേ വേണ്ടൂ അല്ലെ രഞ്ജിനി? അതെ ടീച്ചറെ, എന്റെ മോളെ 3 ദിവസം കുമളിയില് ക്യാമ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇപ്പൊ മിക്കവാറും എന്നോടൊരു ചോദ്യമുണ്ട്, അതിന് ഇപ്പൊ പിടികിട്ടി സിസ്ന ടീച്ചറാണ് അതിന് കാരണം.
ആ ടീച്ചറാണ് കാരണം എന്നുവെച്ചാ അല്ല മിക്കവാറും എന്തെങ്കിലും പറയുമ്പോഴേ അതിന് പിടികിട്ടി ആളെ കള്ളം കപ്പലില്ല. കണ്ടുപിടിച്ചല്ലേ, കണ്ടുപിടിച്ചു. വേറെ ഒന്നുമല്ല, നമ്മളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനായിട്ട്, നമ്മുടെ ശരീരത്തെ കുറിച്ച് പരാമർശിക്കാനായിട്ട് വേറെ ആർക്കും ഒരു അവകാശവും ഇല്ല. ആ അവകാശം നമ്മൾ കൊടുക്കുന്നതായിരിക്കണം. നമ്മുടെ അത്രയും പ്രധാനപ്പെട്ട ബന്ധുക്കൾക്ക് മാത്രം നമ്മൾ കൊടുക്കുന്നു. ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും വന്ന് ഇന്ദിരാമ്മയുടെ അടുത്ത് ഇന്ദിരാമ്മയുടെ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ സഹോദരന്മാരോ സഹോദരിമാരോ വന്നിട്ട് മെലിഞ്ഞു പോയല്ലോ കുഞ്ഞ് എന്ന് പറഞ്ഞ് ഇന്ദിരാമ്മ അയിന് എന്ന് ചോദിക്കോ? അതോടുകൂടെ അവിടെ ആ ബന്ധം പോയിട്ടോ? ഇല്ല. മറ്റുള്ളവരോടാണ് ഈ അയിന് ചോദിക്കേണ്ടത് കേട്ടോ. അയ്യോ, നെറ്റ് എല്ലാവരെയും കട്ടായോ? എന്താ ആരും മിണ്ടാതിരിക്കുന്നേ? എന്തായാലും നല്ല ഇല്ലില്ല. ക്ലാസ് ആയിരുന്നു. നല്ല നല്ല ക്ലാസ്